ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിഷ്ടകർമ്മണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഒരു സത്രം ആകുന്ന ഉത്സവത്തിൻ്റെ ആരംഭമാണെന്ന്. മഹാത്മാക്കളുടെ വാക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു ശാന്തി കിട്ടുക. അതാണ് മഹാത്മാക്കളുടെ വാക്കുകളാണ്, ഭഗവാന്റെ തന്നെ വാക്കുകളാണ്. പുരാണങ്ങളായാലും വിശേഷമായിട്ട് മറ്റേത് ഗ്രന്ഥമായാലും മഹാത്മാക്കളുടെ വാക്കാണ്. അതാണ്ട് സജ്ജനങ്ങൾ നിർമ്മിച്ച ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ അവരുടെ വാക്ക് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. എന്തെല്ലാം വിഷമം വന്നിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിലും വേണ്ടില്ല, മഹാത്മാക്കളിലേക്ക് ചെന്നാൽ അവരൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി, നമ്മുടെ എല്ലാ വിഷമവും തീരും. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ. അതുകൊണ്ടാണ് ഈ ഭാഗവതമാണെങ്കിലും നാരായണീയം ദേവീ ഭാഗവതം ഏതാണെങ്കിലും കേൾക്കുന്ന മാത്രയിൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയുള്ള മഹാത്മാക്കളെ നേരിട്ട് നമുക്ക് ചെന്ന് കാണാൻ, ഋഷിമാരെ ഒന്നും കാണാൻ ഇപ്പം നമുക്ക് സൗകര്യമില്ല. അപ്പോൾ അവരുടെ അവതാര കൃത്യം കഴിഞ്ഞ് അവർ പോയപ്പോൾ നമുക്ക് തന്നു പോയേക്കണതാണ് അവരുടെ വാക്കുകൾ, പുരാണങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിഹാസങ്ങളും സർവഗ്രന്ഥങ്ങളും. പക്ഷെ ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാൻ വളരെ വിഷമം. അപ്പോഴാണ് മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലെ സാരമെടുത്ത് ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിൽ വ്യാസഭഗവാൻ ഒരു ഗ്രന്ഥം നിർമ്മിച്ചത് ഭാഗവതം. പക്ഷെ അതും വേണ്ട പോലെ വായിച്ച് മനസ്സിലാക്കാൻ വളരെ വിഷമം. ഗ്രന്ഥം വലുതായിപ്പോയി. കലികാലത്ത് എത്ര ചെറുതാണോ അത്രമാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം പോലും വ്രതം അനുഷ്ഠിക്കാൻ വളരെ വിഷമം. അതാണ് ഈ കലികാലത്തുള്ള ആളുകളുടെ ശക്തി കുറവാണ്, മനസ്സിനും ശരീരത്തിനൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കത്തിലാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ ആൾക്ക് പറ്റും. അപ്പോഴാണ് ഭാഗവതത്തെ തന്നെ സംഗ്രഹിച്ച് നാരായണീയമായിട്ട് നമുക്ക് കിട്ടിയ വളരെ സൗകര്യമായി ഒറ്റ ദിവസം കൊണ്ട് സമ്പൂർണ്ണ പാരായണം. വായിച്ച് പരിചയിച്ചിട്ടുള്ള ആളൊക്കെ ഒരു 5 മണിക്കൂറുണ്ടെങ്കിൽ പാരായണം ചെയ്ത് തീർക്കാം. 1034 ശ്ലോകമേ ഉള്ളൂ. അപ്പോൾ വളരെ സൗകര്യമായി, മനോഹരമായിട്ടുള്ളത്. അങ്ങനെയുള്ള നാരായണീയം അത് സപ്താഹമായിട്ട്, ഒരു ഏകാഹമായിട്ട് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വായിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ദിവസമായിട്ട് ഇവിടെ സമ്പൂർണ്ണ പാരായണം പ്രഭാഷണങ്ങൾ നടത്തുകയാണ്. ഭാഗവതമാകുമ്പോൾ 7 ദിവസം
ഇരുന്ന് കേൾക്കേണ്ട ആ വിഷമമില്ല നമുക്ക് 3 ദിവസം കൊണ്ട്. എന്നാൽ ഭാഗവതത്തിലെ കാര്യങ്ങളെല്ലാം നമുക്കതിൽ വരികയും ചെയ്യും. ഇതാണ് നാരായണീയത്തിൻ്റെ പ്രാധാന്യം. അതിന് ഒരു മാഹാത്മ്യമുണ്ട്. അത് അറിയാത്ത പലരും ഉണ്ടാവും. ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ തലേ ദിവസം പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ഒരു 6 അധ്യായം അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരധ്യായം പാരായണം ചെയ്യും, മറ്റൊക്കെ ഒന്ന് അനുസ്മരിക്കും. അങ്ങനെ പതിവുണ്ട്. എന്നാൽ നാരായണീയമാവുമ്പോഴോ അങ്ങനൊരു മാഹാത്മ്യം പണ്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, പക്ഷെ ആൾക്ക് അത് കിട്ടിയിരുന്നില്ല. ഏതോ ഗ്രന്ഥശാലയിൽ ഒരു ഗ്രന്ഥപ്പുരയിൽ താളിയോല ഗ്രന്ഥത്തിൽ കിടക്കുകയാണ്. അത് 2003 അത് കണ്ടെടുത്തു ഭക്തന്മാർ. അത് 2003 നാരായണീയ ദിനത്തിൽ ഗുരുവായൂർ ഭഗവാന്റെ മുമ്പിൽ വെച്ച് അത് പാരായണം ചെയ്ത് സമർപ്പിക്കേണ്ടായി, പ്രകാശനം ചെയ്യേണ്ടായി ആ നാരായണീയ മാഹാത്മ്യം. ആ നാരായണീയ മാഹാത്മ്യം ഈ നാരായണീയത്തിൻ്റെ മഹത്വം ഭാവി പ്രവചിക്കുന്ന രീതിയിലാണ് ഋഷിമാർ നിർമ്മിച്ചേക്കണേ. അങ്കിരസ് എന്നൊരു മഹർഷി നിർമ്മിച്ചു എന്നാണ് അതിൽ കാണുന്നത്. അങ്കിരസ് മഹർഷി അദ്ദേഹം അത് കാലെ പ്രവചിച്ചിരിക്കുക. നാരായണീയം ഉണ്ടായിട്ട് 400 ചില്ലാനം വർഷമേ ആയിട്ടുള്ളൂ, 500 വർഷം കഴിഞ്ഞിട്ടില്ല. ഇത് എത്രയോ അതിനു മുമ്പ് നിർമ്മിച്ചിരിക്കുക. ഋഷിമാർക്കുണ്ടോ ഭാവിയെക്കുറിച്ച് അറിയാൻ വല്ല വിഷമം? കലികാലത്തിൻ്റെ അവസാനം വരെ എന്തെല്ലാം സംഭവിക്കുന്നു മുഴുവൻ അവർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതാണ് ഋഷിമാരുടെ ത്രികാലജ്ഞാനികളാണ് അവർ. അപ്പോൾ ഭാവി പ്രവചിക്കുന്ന രീതിയിലാണ് നാരായണീയത്തിൻ്റെ അപൂർവമായ ഒരു ഗ്രന്ഥം ഭക്തന്മാർക്ക് വേണ്ടി അത് പാരായണം ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ മാഹാത്മ്യ പ്രഭാഷണം ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് അറിയാം. ആ ഗ്രന്ഥം വേണമെന്നുള്ളവർക്ക് കുറച്ച് ആളുകൾക്ക് അതിവിടെ കിട്ടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റെവിടെയും അത് കിട്ടാത്തതാണ്. തിരുവനന്തപുരത്ത് വില്വമംഗലം സ്വാമിയാർ മഠത്തിൽ നിന്ന് ആ സ്വാമിയാരുടെ സമാധി സ്ഥലമുണ്ട് അവിടെ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടുന്ന് ആദ്യമായിട്ട് ജീർണോദ്ധാരണമൊക്കെ കഴിഞ്ഞ് പ്രകാശനം ചെയ്ത ഒരു ഗ്രന്ഥം. അതിൽ സന്താനഗോപാലം എന്നുള്ള വിശേഷമായ ഒരു കാവ്യം, ഒരു ഖണ്ഡകാവ്യം, നാരായണീയത്തിൻ്റെ മാഹാത്മ്യം, അതുപോലെ തന്നെ നവരാത്രിക്കാലത്ത് 9 ദിവസങ്ങളിൽ ദേവിയെ 9 രൂപത്തിൽ ഉപാസിക്കുന്നു, ആ ദേവിയുടെ ധ്യാന ശ്ലോകം, ഇതെല്ലാം അടങ്ങുന്നതാണ് ആ ചെറിയൊരു ഗ്രന്ഥം. ആ നാരായണീയ മാഹാത്മ്യം 3 അധ്യായമൊക്കെ അതിലുണ്ട്. അതിലൊരു ദശാവതാര സ്തോത്രമുണ്ട്, അഷ്ടോത്തരശതം അതിലുണ്ട് അപൂർവമായിട്ട്. ആ കഥയെ ചുരുക്കത്തിലൊന്നിവിടെ നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അത് ശ്രദ്ധിക്കാം. പലർക്കും പരിചയമുണ്ടാവില്ല നാരായണീയത്തിൻ്റെ മാഹാത്മ്യം. അങ്കിരസ് മഹർഷി നിർമ്മിച്ച് നാരായണീയത്തിൻ്റെ മാഹാത്മ്യം അതാണ് ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്ത് ചുരുക്കത്തിലൊന്ന് പറയാം. 3 അധ്യായങ്ങളുള്ളത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അത് ആരംഭിക്കുകയാണ് 3 അധ്യായങ്ങളിൽ. ഉൽപ്പത്തി സ്ഥിതി നാശേഷു രജസത്വതമോജുഷേ അഗുണായ മഹാതാപനാശനായ ആത്മനേ നമഃ. വ്യാസ ഉവാച ഋഷിമംഗിരസം കൗത്സ കദാചിൽ സാധു പൃഷ്ടവാൻ കലിന്ദുർവിഷഹം ലോക കഥം ലഘുതരിഷ്യതി തദാ ഖലു പുരാണാനാം പ്രചാരോ വാ ഭവേദപി താംസ്താംശ്ച മഹതോ ഗ്രന്ഥാൻ ശ്രോതും കശക്നുയജ്ഞനഃ. അംഗിരാ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി തവ പ്രശ്നസ്യ നിർണയം വ്യാസവാക്യേന തത്സർവം ഭക്ഷ്യാമി ശൃണു സാമ്പ്രതം. കൗത്സൻ എന്ന പേരായിട്ടുള്ള ഒരു മുനികുമാരൻ വലിയ തപസ്വാധ്യായ നിരതനായിട്ടുള്ള അങ്കിരസ് മഹർഷി അടുക്ക ചെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണ് ഗ്രന്ഥം ആരംഭിക്കുന്നത്. എന്താ ചോദിച്ചത്?
വരാൻ പോകുന്ന അതിഭയങ്കരമായിട്ടുള്ള കലിയുഗം ദാരുണമായിട്ടുള്ളത്. മനസ്സിൽ നല്ല വിചാരം ചെയ്യാൻ പറ്റില്ല. അതാണ് കലികാലത്തിൻ്റെ പ്രഭാവം. വേണ്ട വിചാരം ചെയ്യാൻ തോന്നില്ല. വേണ്ടാത്ത വിചാരങ്ങൾ വന്ന് അങ്ങനെ ദുഃഖം വരും. അങ്ങനെ വേണ്ടാത്ത വിചാരം വന്ന് വേണ്ടാത്ത പ്രവൃത്തിയും വരും. അപ്പം പിന്നെ എപ്പോഴും വിഷമം മാത്രം, ഒരു സന്തോഷം അധികം ഉണ്ടാവില്ല. ജനങ്ങൾക്ക് നല്ല വിചാരവും നല്ല പ്രവൃത്തി വരാൻ, അത് വന്നാൽ കലിയെ അവൻ തരണം ചെയ്തു എന്നർത്ഥമാണ്. കലി അവനെ ബാധിച്ചില്ല എന്നർത്ഥമാണ്. നല്ല വിചാരവും നല്ല പ്രവൃത്തിയും ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവനെ കലി ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ പറ്റും കലിയെ ജയിക്കാൻ? നല്ല വിചാരവും നല്ല പ്രവൃത്തിയും മാത്രമായി വരാൻ എന്താണ് മാർഗമെന്ന് കൗൽസൻ എന്ന പേരായിട്ടുള്ളൊരു മുനികുമാരൻ അങ്കിരസിൻ്റെ അടുക്ക ചോദിച്ചു. അപ്പം അങ്കിരസ് പറഞ്ഞു, ഞാൻ എൻ്റെ വാക്യമായിട്ട് പറയണില്ല, ഇത് വ്യാസഭഗവാൻ തന്നെ, എൻ്റെ ഗുരുവായിട്ടുള്ള വ്യാസഭഗവാൻ പറഞ്ഞതുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് ആ സന്ദർഭം വർണ്ണിക്കാനായിട്ട് ആരംഭിക്കാം. വ്യാസവാക്യേന തത്സർവം വക്ഷ്യാമി ശൃണു സാമ്പ്രതം പാവനീമിളിതായത്ര ഗംഗായമുനയാ സഹ തത്ര പുണ്യതമേ ദേശേ കദാചിദ് ഋഷിസത്തമാഃ തപോനിരസ്തദുരിതാഃ ദയാവന്തസ്സു നിർമ്മലാഃ ജഗതാം ഹിതമിച്ഛന്തഃ സതതം വ്രതശാലിനാം കലിദോഷപ്രശമനം നിശ്രേയസകരം പരം ബഹുവത്സര നിർവർത്തിയം മഹാസത്രം വിധേനിരേ സമസ്ത ദുരിതച്ഛേദി ഭവാമയമഹൗഷധം സർവലോകഹിതം ബുദ്ധ്വാ വർത്തമാനം തദദ്ഭുതം ശിഷ്യോ മഹർഷേർവ്യാസസ്യ സൂത സർവപുരാണവിത് കൗതുകാദാഗതസ്തത്ര ദിദൃക്ഷുർമുനിമണ്ഡലം. ഗംഗായമുന സംഗമം, ത്രിവേണി സംഗമത്തിൽ, അത് പ്രയാഗയിൽ, അവിടെ എല്ലാവരും കൂടി ചെന്ന് ചേർന്നു. ത്രിവേണി സംഗമസ്ഥാനത്ത് എവിടെയാണോ ഗംഗായമുന നദികളൊക്കെ കൂടിച്ചേർന്ന് ആ പുണ്യസ്ഥലത്ത് ഒരു നല്ല നദീതീരത്ത് ഋഷിമാരൊക്കെ കൂടിച്ചേർന്ന് ഒരു സത്രം ആരംഭിച്ചു. സജ്ജനങ്ങൾ ഒന്നിച്ച് കൂടിച്ചേർന്ന് നല്ല നല്ല കാര്യങ്ങൾ, ധർമ്മവിഷയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിനാണ് സത്രം എന്ന് പറയാം. സജ്ജനങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന്, അത് വേദം ആണ് വിചാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ വേദസത്രം എന്ന് പറയും. രാമായണമാണെങ്കിൽ രാമായണ സത്രം, ഭാഗവതമാണെങ്കിൽ ഭാഗവത സത്രം, നാരായണീയമാണെങ്കിൽ നാരായണീയ സത്രം. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ സജ്ജനങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് വക്താവ് ശ്രോതാവ് ചിലത് വർണ്ണിക്കുന്നു, മറ്റുള്ളവരത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സദസ്സിനാണ് സത്രം എന്ന് പറയും. അപ്പോൾ അവിടെ വലിയ ഗംഗായമുന സംഗമസ്ഥാനത്ത് എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നു ഋഷീശ്വരന്മാർ. ഭാഗവതത്തിലൊക്കെ മാഹാത്മ്യത്തിൽ അങ്ങനെയല്ലേ, നൈമിഷാരണ്യത്തിലാണ് അവർ കൂടിച്ചേരുക. അവിടെ നദീ സംഗമത്തിലാണ് അവർ കൂടിച്ചേർന്നത്, ത്രിവേണി സംഗമത്തിൽ. എന്നിട്ട് പറഞ്ഞു, അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള മനസ്സിൻ്റെ ദോഷങ്ങളും പോയി നല്ല സന്തോഷം കിട്ടും. അതാണ് സത്രത്തിൽ വന്നാലത്തെ. സജ്ജനങ്ങൾ 10 ആൾ കൂടി ഇരിക്കുന്നെങ്കിൽ അവിടെ വന്നാൽ ഒന്നും കേട്ടില്ലെങ്കിൽ പോലും മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അപ്പം അങ്ങനെ അവരെത്തിച്ചേർന്നു. അവർ സത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വ്യാസശിഷ്യനായിട്ടുള്ള സൂതൻ, കഥ പറയുന്ന ആൾ, ആ വലിയ സത്രത്തിൽ എത്തിച്ചേരുക. വലിയ സന്തോഷമായി അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അവർ പറഞ്ഞു, തേ ച തത്ര സമായാന്തം മുനയോ ഹർഷതുന്ദിലാഃ നിരീക്ഷ്യ സത്വരതരാഃ സദകുർവത സാധുതം പ്രഗൃഹ്യ ച സമാസീനം സപര്യാം പ്രീതമാനസം പ്രോജുശ്ച മുനിവര്യാസ്തേ വചനം വിനയാന്വിതാഃ യദർത്ഥമനുയുക്തോഹമിദം ഋഷയ ഊജുഃ ഹേ സൂത സ്വാഗതം തേസ്തു സുദിനം ജാതമദ്യതാം ധന്യാശ്ച വയമേതേ ത്വം സഹസാ യദിഹാഗത വ്യാസസ്യ പ്രിയശിഷ്യത്വാത് വിചിത്രാനന്ദമാകര
കഥാനാം ചാരുമഹസാം മണീനാം ഇവ സാഗരഃ യച്ച ഭൂതം യച്ച ഭാവി വർത്തമാനം ച ഭാതി തത് ത്വയാ നാവിദിതം കിഞ്ചിദസ്തി ലോകേഷു സാമ്പ്രതം അസ്മദ്ഭാഗ്യമഹിം നൈവ സംപ്രത്യാഗതവാനസി ശുഭാശുഭേത്യലോകാനാം ശ്രോതവ്യം കിഞ്ചിദസ്തി നാഹ കലാവിഹ യുഗേ ഘോരേ സംപ്രാപ്തേ ദുരിതാകരേ വർണ്ണാശ്രമാചാരരിപൗ വിഷ്ണുഭക്തിവിഘാതിനി കുകർമ്മനിരതോ നിത്യം സ്വാർത്ഥപൂരണതൽപരാഃ നിപതേന്നിരയേ ലോകോ നൈതി യാതു പരാം ഗതിം ന കോപി സുകൃതം കർത്തും ശക്നോതി കലിവൈഭവാത് അതഃ കിമത്ര ന കാര്യം വക്തവ്യം തദിദം ത്വയാ സദൃശം ഭവതാമേതജ്ജഗതാം ഹിതമിച്ഛതാം കദാചിജ്ഞാതമപ്യർത്ഥം പരം പൃച്ഛന്തി പണ്ഡിതാഃ. സൂതൻ വന്നപ്പോൾ വലിയ സന്തോഷമായി. സാധാരണ ഒരാളല്ല, എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും മുഴുവൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുമുണ്ട്. ഇത് രണ്ടും കൂടി പലരിലും ഉണ്ടാവില്ല. പഠിപ്പൊക്കെ ഉണ്ടാവും, പക്ഷേ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല. ചിലർക്ക് പഠിപ്പിക്കാൻ കഴിവുണ്ടാവും, പക്ഷേ ശാസ്ത്രജ്ഞാനം അറിവ് കുറവാകും. ഇതെവിടെയാണോ രണ്ടും കൂടി സമ്മേളിക്കുന്നത്, അവരാണ് നല്ല അധ്യാപകന്മാർ. എന്നും അവർ പല ഗ്രന്ഥങ്ങളും നോക്കി ഓരോ അറിവ് നേടിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ നല്ല ജ്ഞാനികളാക്കണമെന്ന് അവർ വിചാരം. അങ്ങനെ ഉള്ള ആൾക്കാർ. അതുകൊണ്ട് അങ്ങക്കിത് രണ്ടും കഴിവുണ്ട്. വ്യാസൻ നിർമ്മിച്ചതും മറ്റ് ഋഷിമാർ നിർമ്മിച്ച എല്ലാ ഗ്രന്ഥം പഠിച്ച ആളാണ് അങ്ങ്. ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യം കൊണ്ടാണ് ഇത്രയും വലിയ ആളായിട്ടുള്ള അങ്ങേ കാണാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ ഗുരുവായിട്ട് ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ എല്ലാ സംശയവും തീർത്തു തരണം. അങ്ങനെ സൂതൻ്റെ അടുക്ക ചോദിച്ചു. സൂതൻ്റെ അടുക്ക പറയണം. അപ്പോൾ സൂതനെ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ സൂതൻ പറഞ്ഞു, യദർത്ഥമനുയുക്തോഹമിതം സാധു വദാമി വാം ശൃണുതാവഹിതാ സന്ത സംശയാനം നിരസ്തയേ. എങ്ങനെയാണ് കലിദോഷങ്ങളില്ലാതാവുക? മനസ്സിന് ശുദ്ധി കിട്ടാൻ എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പം എന്താ സൂതൻ പറഞ്ഞത്? ഭാഗവതത്തിനെ കുറിച്ച് പറയാം. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പോലെ പറയാം. അവിടെ ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് അസ്തി ഭാഗവതം നാമ. ഋഷിമാരെ, നിങ്ങൾ ചോദിച്ചത് നന്നായി. ലോക നന്മയ്ക്ക് വേണ്ടിയാണല്ലോ നിങ്ങളുടെ ചോദ്യം. ഞാൻ പറഞ്ഞുതരാം. അസ്തി ഭാഗവതം നാമ പുരാണം ഗുരുണാകൃതം നിശ്രേയസകരം സന്ത കലോ കലുഷചേതുസാം സമേപി യാന്തി തശ്രുത്വാ സപ്താഹേന പരാംഗതിം തന്നാന്വേഷ്ടവ്യമപരം സത്യസ്മിൻ സർവസിദ്ധിതേ സഹസ്രബ്രഹ്മാവാപി യശ്രുത്വാ യാതി സദ്ഗതിം തന്നാന്വേഷ്ടവ്യമപരം സത്യസ്മിൻ സർവസിദ്ധിതേ. ഋഷയൗചുഹു. അപ്പോൾ സൂതൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ സംശയം? ഭാഗവതമല്ലേ? അത് കലികാലത്തുള്ള ദോഷം തീരാൻ, എല്ലാവർക്കും മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടി എൻ്റെ ഗുരുവായിട്ടുള്ള വ്യാസഭഗവാൻ അവസാനം നിർമ്മിച്ച ഗ്രന്ഥമുണ്ട് ഭാഗവതം. അതിനെ ഉപാസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് ഭാഗവതാണ്. ഭാഗവതമാകുന്ന ശാസ്ത്രം ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധി ന വിദ്യതേ എന്ന് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ കേൾക്കാം. അത് പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ വ്യാസഭഗവാൻ അവസാനം നിർമ്മിച്ച ഭാഗവതമുണ്ട്, അതിനെ നിങ്ങൾ ഉപാസിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഋഷിമാർ പറയാണ്, യദഭ്യധായി ഭവതാ സത്യമേതെന്ന് സംശയം ഇതമേവാത്ര പര്യാപ്തം ലോകാനാം ശിവസിദ്ധയേ കിന്തു കാലേന കിയത കലോ പ്രബലതാം ഗതേ ഭവിഷ്യന്തി ജനാ സർവേ ലലനാമദ്യതൽപരാഹം പരാപകാര നിരതാ പരദാരാപഹാരിണ വിമുക്തസ്വകുലാചാരാ നാസ്തികാ പണ്ഡിതബ്രുവാഹ അനധീതാഗമാ വ്യഗ്രാശ്ച ബലാമാരകിങ്കരാ സൽക്കർമ്മ വിമുഖാ പാപാ വിശ്വഭക്തി വർജിതാ പുരാതനം കവികുലം ഹസന്തോ മന്ദബുദ്ധയ
ശ്രുതിസ്മൃതിപുരാണാനി നിന്ദന്തോ നിരപത്രവാഹം കുകർമ്മ നിരതാസന്തോ നരകാദവി നിർഭയാഹം ഭൂമേർഭാരായമാണാശ്ച ഭവിഷ്യന്തി തതസ്തതാഃ. വിസ്തീർണമർത്ഥബഹുളം ഇദം ഭാഗവതം തഥാ ശ്രോതും ജനാന ശക്ഷ്യന്തി നിഖിലേനാകുലാശയാഃ. അതഃ കിമത്ര കർത്തവ്യം തദാ ശ്രേയസ്കരം നൃണാം ലഘുജാന്യദശക്യം വാ വിധാതും സർവമുച്യതാം. ഇത് കേട്ടപ്പോൾ ഋഷിമാർ പറഞ്ഞു, ഭാഗവതമുണ്ടെന്നും അതിനെ ഉപാസിച്ചാൽ മതി, എല്ലാ മനഃശാന്തിയും കിട്ടും, സർവ്വത അതിലുണ്ട്. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ എന്താ ചോദിക്കാൻ കാരണം, ഭാഗവതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ലാത്തതല്ല. ഈ ഭാഗവതം വേണ്ട പോലെ മനസ്സിലാക്കാനുള്ള ആളുകൾ കുറയും, കലിയുഗം കുറേ എത്തുമ്പോൾ. ആദ്യം ഒരു 4000 ചില്ലാനം വർഷമൊക്കെ കലി കാലം വന്നാലും അതിനൊക്കെ അത്ര ശക്തി ഉണ്ടാവില്ല. ശക്തി കൂടിക്കൂടി വരും കലികാലത്തിന്. അപ്പോൾ ആദ്യ ഭാഗത്തൊക്കെ ഈ ഭാഗവതം പഠിച്ചും പഠിപ്പിച്ചൊക്കെ ആൾക്കാർ മനസ്സിലാക്കും. കുറെ കഴിയുമ്പോൾ അത് പറ്റാതാവും. മാത്രമല്ല ഒരു അല്പസമയം കൊണ്ട് വായിക്കാൻ പറ്റുന്നതല്ലോ ഭാഗവതം. വിസ്തീർണം അർത്ഥബഹുളം. ഓരോ ശ്ലോകത്തിനും എത്രയാ അർത്ഥം എന്ന് പറയാൻ പറ്റില്ല, പലതും. ഒരാചാര്യൻ ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് 100-ൽ കൂടുതൽ അർത്ഥം വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നാണ്. വംശീധരാചാര്യൻ എന്നൊരാള് ഭാഗവതത്തിന് സംസ്കൃതത്തിലൊരു വ്യാഖ്യാനം നിർമ്മിച്ചു. അതിൽ ആദ്യത്തെ ജന്മാദ്യസ്യേതൊന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇതാണല്ലോ ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകം. ഇതിന് 100 അർത്ഥം പറഞ്ഞു. ഇങ്ങനെ നോക്കിയാൽ ഭാഗവതത്തിലെ എല്ലാ ശ്ലോകം വ്യാഖ്യാനിച്ചറിഞ്ഞാൽ എത്ര കാലം വേണം വ്യാഖ്യാനിക്കാൻ? ഒരായുഷ്കാലം ഉണ്ടെങ്കിലും വായിച്ച് തീരില്ല. അത്ര അർത്ഥം നിറഞ്ഞിട്ടുള്ളതാണ് ശ്രീമദ് ഭാഗവതം. പോരാത്തതിന് 12 സ്കന്ധങ്ങൾ, 335 അധ്യായങ്ങൾ, 18,000 ശ്ലോകം. ഓരോ ശ്ലോകം ഇത്രയും അർത്ഥഗൗരവമുള്ളതാണെങ്കിൽ ഭാഗവതം മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് പറ്റുമോ? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഭാഗവതം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അത് വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് എന്താ മാർഗം എന്നാ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, മറുപടി പറയാം. സൂത ഉവാച ഇദമേവ ഭൃശം നാസ്തി പരം പരമപാവനം വിധാതും കിഞ്ചിതന്യത്വ ഗുരുണാ വിന ശക്യതേ. ഈ ഭാഗവതം പോലെ മറ്റൊരു ഗ്രന്ഥം നിർമ്മിക്കാൻ വ്യാസഭഗവാന് പോലും പറ്റില്ല. അത്രയും ഒരു ശാസ്ത്രമാണ്, അത്രയെല്ലാം തികഞ്ഞതാണ് ശ്രീമദ് ഭാഗവതം. 10 ലക്ഷണങ്ങൾ വർണ്ണിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, തഥാപി മുനയശ്ചിത്തേ ചിന്തം ഗുരുതമാചിരം യതസ്സ ഭഗവാനേവ പാതീതം സചരാചരം ഇദമേവ സുസംക്ഷിപ്തം വ്യാസകാലേ കരിഷ്യതി ഏകാഹേനൈവ സകലം ശ്രോതും ശക്യം യഥാ ജനൈഃ. അവസാനം പറഞ്ഞു, മറ്റു പുരാണങ്ങളുടെ എല്ലാം സാരമെടുത്താണല്ലോ വ്യാസഭഗവാൻ ഭാഗവതം നിർമ്മിച്ചത്. ഈ ഭാഗവതത്തെ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസഭഗവാൻ തന്നെ വന്ന് ഈ ഭാഗവതത്തെ വീണ്ടും സംഗ്രഹിക്കും. ചുരുക്കി മറ്റ് പുരാണങ്ങളൊക്കെ സംഗ്രഹിച്ച് ഭാഗവതം നിർമ്മിച്ച പോലെ ഈ ഭാഗവതത്തെ ഒന്ന് സംഗ്രഹിക്കും. അത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസഭഗവാൻ. അത് വ്യാസഭഗവാന്റെ അടുക്കെ സാക്ഷാ നാരായണമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം കുറേ കാലം കഴിയുമ്പോൾ ആൾക്ക് മുഴുവൻ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങ് ഭാഗവതത്തെ വീണ്ടും സംഗ്രഹിക്കണം. അങ്ങനെ സംഗ്രഹിച്ച ഒരു ഗ്രന്ഥം നിർമ്മിക്കാൻ അങ്ങയോട് തുല്യനായിട്ട് വേറെ ആരുമില്ല, അങ്ങയ്ക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് സാക്ഷാ നാരായണമൂർത്തി എൻ്റെ ഗുരുനാഥൻ്റെ അടുക്കെ വ്യാസഭഗവാന്റെ അടുക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സന്ദർഭം കേൾപ്പിക്കാമെന്ന് പറഞ്ഞു.
നാരായണേന വിഭുനാ തഥാജ്ഞപ്രസമദ്ഗുരു അതോ ഭവദ്ഭിരധുനാ വിചാരോ ന വിധീയതാം. ആ സമയം വരുമ്പോൾ നാരായണീയം നിർമ്മിച്ചോളും. ആ സമയം വരുമ്പോൾ ഭാഗവതത്തെ സംഗ്രഹിച്ച് ഗ്രന്ഥം നിർമ്മിച്ചോളും. എപ്പോഴാണ് നിർമ്മിക്കാതെ? ഭഗവാൻ പറഞ്ഞിട്ടില്ലേ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മം ക്ഷയിച്ച് അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ ധർമ്മസ്ഥാപനത്തിൽ ഭഗവാൻ അവതരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭാഗവതം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അപ്പോൾ ഭഗവാൻ അവതരിച്ച് വേണ്ടത് ചെയ്തോളും. വ്യാസഭഗവാൻ തന്നെ അവതരിച്ച് വേണ്ടത് ചെയ്തോളും എന്ന് പറയും. അതിനുശേഷം ഋഷയ ഊരു സൂതമഹാഭാഗവ്യാസേഷ്യദയാനിധേ നയാമസ്തൃപ്തിമധുനാ തതഃസർവം വദസ്വനാം മന്ദാനയന്തി തങ്കാലം ചിന്തയൈവ ദുരന്തയ അമന്ദാഹി കഥാം സാധു ശൃണ്വന്തഃ സജ്ജനോദിതാം നാരായണസ്സ ഭഗവാൻ മുനിം സത്യവതീസുതം ആദിഷ്ടവാൻ യഥാ തച്ച ശ്രോതും കൗതുകമസ്തി നഃ. ഭവദ്ഭിः സാധുപൃഷ്ടം തൽക്കാസ്നേനൈവ വദാമിവ പൃച്ഛതാമേവ വക്തവ്യമിതി മേ ഗുരുണോദിതം വന്ദമാനം ദയാമൂർത്തിം വ്യാസമാഹൂയ ജാതുചിത് നാരായണസ്സ ഭഗവാൻ ഉവാച പ്രാഞ്ജലിം വചഃ. അപ്പം എപ്പോഴാണ് വ്യാസഭഗവാന്റെ അടുക്കെ സാക്ഷാത് നാരായണമൂർത്തി പറഞ്ഞ് ഏൽപ്പിച്ചേക്കണത്? ഈ ഭാഗവതത്തെ എല്ലാവർക്കും എളുപ്പത്തിൽ ഒറ്റ ദിവസം കൊണ്ട് പാരായണം ചെയ്യാൻ പാകത്തിന് സംഗ്രഹിക്കണമെന്ന് എപ്പോഴാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. ആ സന്ദർഭം പറഞ്ഞ് കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് അത് വർണ്ണിക്കാം. നാരായണ ഉവാച, സാക്ഷാ ഭഗവാൻ വ്യാസന്റെ അടുക്ക പറയാം, മുനേ ഭാഗവതം നാമ പുരാണം യത്വയാകൃതം മദ്ഭക്തിജനകം പുണ്യം മൽപ്രീതികരമുത്തമം കലോ സൽക്കർമ്മഹീനാനാം സർവസിദ്ധികരം നണം സപ്താഹേന ശ്രുതമിദം ഭവിതാ നാത്ര സംശയാഃ. ഉപബർഹണ ഗന്ധർവ ശാപഗ്രസ്തോഭവൽപുരാ പശ്ചാദിദന്തു ശ്രുത്വൈവ സദ്ഭ്യോ മജ്ജനതാം ഗതഃ കലൗ പാപചയേ ചാത്ര ഭൂയോ മൂർച്ഛതി വിസ്തൃതം ശ്രോതുന്ന നിഖിലേനേദം ചക്ഷുന്തിഹത ബുദ്ധയാം അതോ ഭവാനേതദേവ സംക്ഷിപ്തം തന്തുമർഹതി വിവശൈരപി സമ്പൂർണം ശ്രൂയേതൈകാഹതോ യഥാ. പറഞ്ഞു, ഒരു ദിവസം വ്യാസഭഗവാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് നിർമ്മിച്ച ആ ഭാഗവതം വളരെയധികം മനോഹരമായിട്ട് ലോകത്തിന് വലിയ ഉപകാരമാവും. എല്ലാ ശാസ്ത്രങ്ങളിലെ സാരം അതിലുണ്ട്. സർവദർശന സംഗ്രഹമാണ്, സർവശാസ്ത്ര സംഗ്രഹമാണ് ഭാഗവതം. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ, കലികാലം ഒരു 5000-ൻ്റെ അടുത്തെത്തുമ്പോൾ 4500 കഴിയുമ്പോഴേക്കും ഭാഗവതം വേണ്ട പോലെ പഠിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയും. പാണ്ഡിത്യം ഉണ്ടാവില്ല. പാണ്ഡിത്യപ്രധാനമാണല്ലോ അത്. ശാസ്ത്രങ്ങളിലെ സാരമല്ലേ. ശാസ്ത്രങ്ങളിൽ നല്ല പരിചയം ഉണ്ടെങ്കിൽ, അവഗാഹം ഉണ്ടെങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആ കാലത്ത് എന്ത് വേണം? അങ്ങ് ചതുസ്സഹസ്രേ ശരദാം എങ്ങനെ വേണം നിർമ്മിക്കണം? ഈ ഭാഗവതത്തെ എങ്ങനെ സംഗ്രഹിക്കണം? വ്യാസന്റെ അടുക്ക പറയാണ് സാക്ഷാ ഭഗവാൻ, സഹസ്രോത്തര പദ്യാഢ്യം 1000 ചില്ലാനും ശ്ലോകം, 1034 ശ്ലോകം. ഇവിടെ 1000-ലധികം പറഞ്ഞിട്ടുള്ളൂ. സഹസ്രോത്തര പദ്യാഢ്യം നാനാവൃത്തവിരാജിതം, പലതരത്തിലുള്ള വൃത്തത്തിലുള്ള ഛന്ദസ്സിലുള്ള പദ്യങ്ങൾ. 1000 ചില്ലാനും ശ്ലോകമേ അതിലുണ്ടാവാൻ പാടുള്ളൂ. ഗ്രന്ഥം വലുതായാൽ ആൾക്ക് മുഴുവൻ പാരായണം ചെയ്യാൻ പറ്റില്ല എളുപ്പത്തിൽ. അതുകൊണ്ട് ഒരു 1034 ശ്ലോകമുള്ള മനോഹരമായിട്ടുള്ള വൃത്തങ്ങളിൽ നിർമ്മിച്ച് കേൾക്കുന്ന മാത്രമേ കേൾക്കാൻ രസം തോന്നും. അങ്ങനെയുള്ള വൃത്തങ്ങൾ ഉപയോഗിച്ച് വേണം. മനപ്രഹ്ലാദനം സത്യസരസം കാവ്യസംഹിതം, ഒരു കാവ്യമായിട്ടിരിക്കണം. കാവ്യം എന്ന് പറഞ്ഞാൽ അത്യന്തം ജനങ്ങളെ ആഹ്ലാദിപ്പിക്കുന്നതാണ് കാവ്യം. അതിൽ ശബ്ദാർത്ഥങ്ങൾ, ശബ്ദ അലങ്കാരങ്ങൾ, അർത്ഥാലങ്കാരങ്ങളൊക്കെ വേണം കാവ്യമാവുമ്പോൾ. പ്രധാനമായിട്ടൊരു രസം വേണം. ഇവിടെ ഭക്തിരസപ്രധാനമായിട്ടുള്ള കാവ്യം.
അങ്ങനൊരു കാവ്യം വേണം. അതിൽ 1000 ചില്ലാനും ശ്ലോകം ഉണ്ടാവാൻ പാടുള്ളൂ. ഭാഗവതത്തിലെ എല്ലാ കാര്യങ്ങളും അതിൽ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കണം. എങ്ങനെ വേണം? ലളിതൈഹി ലൗകികൈ ശബ്ദൈ കർത്തവ്യം ഭവതാഖിലം. ഭാഗവതത്തിലൊക്കെ വേദശബ്ദങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ അതുണ്ടാവാൻ പാടില്ല. ജനങ്ങൾക്ക് പരിചയമുള്ള ലൗകികമായിട്ടുള്ള ശബ്ദങ്ങൾ. സംസ്കൃതം 2 തരത്തിലുണ്ട്: വൈദിക സംസ്കൃതം, ലൗകിക സംസ്കൃതം. വേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന, ഉപനിഷത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ഒന്ന് വേറെ, അതിൻ്റെ വ്യാകരണ നിയമങ്ങളൊക്കെ ഒന്ന് വേറെയാണ്. ലോകത്തിൽ ഉപയോഗിക്കുന്ന സംസ്കൃതത്തിലെ വ്യാകരണ നിയമം ഒന്ന് വേറെ. രണ്ടുമായിട്ട് വേറെ തിരിച്ചുണ്ട്. ലൗകിക വ്യാകരണം, വൈദിക വ്യാകരണം എന്ന് പാണിനി 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. പാണിനിയുടെ വ്യാകരണ ഗ്രന്ഥത്തിൽ വൈദിക ശബ്ദങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന മാറ്റങ്ങൾ, ഭേദം. ലോകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംസ്കൃതവും വേദത്തിൽ കാണുന്ന ഋഷിമാരുടെ വാക്കുകളും തമ്മിൽ കുറച്ചൊക്കെ മാറ്റം വരും. ചില വാക്കുകൾക്കൊക്കെ വ്യാകരണ നിയമങ്ങൾക്ക് മാറ്റമുണ്ട്. അതുകൊണ്ട് അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ലൗകികമായിട്ടുള്ള ശബ്ദം ഉപയോഗിക്കാൻ പാടുള്ളൂ. വേദങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ശബ്ദമൊന്നും അങ്ങ് നിർമ്മിക്കരുത്. അങ്ങനെയായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എളുപ്പത്തിൽ. അതുകൊണ്ട് അങ്ങനെ വേണം. ചതുസ്സഹസ്രേശരഥം വ്യതീതേത്ര ശതാധികേ കലൗ മൽക്കലയാ യുക്തോ നിളാധീരേ ദ്വിജാന്നയേ മമൈവ നാംനാ വിഖ്യാതോ ഭവിഷ്യതി ഭവാൻ പുനം തഥാ മയോക്തം കർത്തവ്യം വച്മി കിഞ്ചിദവിസ്ഫുടം. എപ്പോഴാണ് അവതരിക്കേണ്ടത്, എവിടെ അവതരിക്കണം? വ്യാസൻ്റെ അടുക്ക പറയാ, നിളാതീരത്ത്, അതായത് ഭാരതപ്പുഴയുടെ തീരത്ത് അങ്ങ് ഒരു ബ്രാഹ്മണ ഗൃഹത്തിൽ അങ്ങ് ജനിക്കണം. കലികാലം ഒരു 4500 എത്താറാവുമ്പോൾ അങ്ങ് ഭാരതപ്പുഴയുടെ തീരത്ത് എൻ്റെ തന്നെ പേരിൽ അവതരിച്ചോളാൻ പറഞ്ഞു. അതായത് നാരായണൻ എന്ന പേരിൽ. ഭാരതപ്പുഴയുടെ തീരത്താണല്ലോ മേൽപ്പത്തൂരിൻ്റെ സ്ഥലം, അതിനെക്കുറിച്ചാണ് പറയണേ. എൻ്റെ പേരിൽ ഭാരതപ്പുഴയുടെ ആ തീരത്ത് അങ്ങ് ജനിക്കണം. കലികാലം ഒരു 4500 എത്താറാവുമ്പോൾ, 500 ആവുമ്പോൾ. പിന്നെ ഭുവമേത്യ ഭവാൻ നൂനം മമ വായാവിമോഹിത വിജ്ഞോപി വിഷയീതത്ര കാലം കഞ്ചന നേഷ്യതി തഥാപി സുബഹൂൻ ഗ്രന്ഥൻ വിദ്വത്സൂതമന പ്രിയൻ രചയൻ പവനവ്യാധിപീഡിതോധ ഭവിഷ്യതി. അങ്ങക്ക് ജന്മനാ തന്നെ വലിയ ശക്തി ഉണ്ടാവും, പാണ്ഡിത്യമൊക്കെ ഉണ്ടാവും. വളരെ വേഗത്തിൽ സർവ്വശാസ്ത്രങ്ങളും പഠിക്കാൻ കഴിയും. അങ്ങനെ പഠിച്ചൊക്കെ കഴിയുമ്പോൾ എന്തുണ്ടായി? എന്തിനാണ് അവതരിച്ചതെന്നുള്ള കാര്യം മറക്കും. ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് ഭാഗവതത്തെ സംഗ്രഹിച്ച് 1000 ചില്ലാനും ശ്ലോകത്തിൽ നിർമ്മിക്കാൻ വേണ്ടിയാണ് അങ്ങ് ജന്മമെടുത്തതെന്നുള്ള കാര്യം എൻ്റെ മായയിൽ പെട്ടിട്ട് അങ്ങ് മറന്നുപോകും. പിന്നെ എങ്ങനെയാ ഓർക്കുക? അങ്ങയ്ക്ക് ഒരു രോഗം ബാധിക്കും, വാതരോഗം. എന്തെങ്കിലും വിഷമം വരുമ്പോഴാണല്ലോ ആൾക്കാർ ചിന്തിക്കുക. പലതും ചിന്തിക്കും. ചിന്തിച്ചിട്ട് അറിയാൻ കഴിയാതെ വരുമ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ നോക്കി അതറിയുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ വച്ച് നോക്കും, എന്താണ് ദോഷം, എന്തുകൊണ്ടാണ് എല്ലാ കാര്യം. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേ ചിന്തിക്കുള്ളൂ. അങ്ങയ്ക്ക് എത്ര പാണ്ഡിത്യം ഉണ്ടെങ്കിലും എൻ്റെ മായയിൽ പെട്ടിട്ട് മനഃപൂർവ്വമല്ല, അത് മറന്നുപോകും. രോഗം വരുമ്പോൾ ആദ്യം പല ചികിത്സകളൊക്കെ നോക്കും. വൈദ്യന്മാരുണ്ട്, അങ്ങനെ ഉണ്ടെന്നൊക്കെ. വൈദ്യോ നാരായണ, സാക്ഷാ ഭഗവാനാ വൈദ്യൻ. അതിലും വലിയൊരു വൈദ്യനില്ല. നിർവാണം ഭേഷജം ഭിഷക്ക് എന്നാണ് സഹസ്രനാമത്തിലെ ഭഗവാൻ ഒരു നാമം, ഭിഷക്ക് എന്ന്. നല്ല വൈദ്യൻ എന്നർത്ഥം. ആ വൈദ്യനില്ലെങ്കിൽ മറ്റ് വൈദ്യന്മാരുടെ ചികിത്സയൊന്നും ഫലിക്കില്ല. ആ വൈദ്യൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലോ മറ്റ് ചികിത്സയൊക്കെ എത്തി കുറവായാലും കുഴപ്പമില്ല എന്നാണ്. അവർക്ക് പോലും ശക്തി കൊടുക്കുന്നത് ഈ ഭഗവാനാണ്, ഭിഷക്കാണ്, ഭഗവാനാണ് വൈദ്യൻ. അപ്പം പലതും ചെയ്തു നോക്കും, പറ്റാണ്ട് വരും. ആകെ വല്ലാതെ വിഷമാവും. അപ്പം എന്തുണ്ടാവും? ഒരാൾ അങ്ങയ്ക്ക് ഉപദേശം തരാനുണ്ടാവും. അങ്ങനെയാണല്ലോ, എന്ത് വിഷമം വന്നാലും ആരെങ്കിലും ഉണ്ടാവും ഒരു സഹായത്തിനായിട്ട് മനുഷ്യൻ. അങ്ങയ്ക്ക് ഉപദേശിക്കാൻ ആരാ വരിക?
തതോ രാമാനുജാഖ്യേന കേരളേഷു യശാവത മദ്ഭക്തേനോപദിഷ്ടസ്ത്വം മദ്വാക്യം സംസ്മരിഷ്യസി. രാമാനുജൻ എന്നൊരാള് അങ്ങയ്ക്ക് വേണ്ട ഉപദേശം തരുന്നു. തുഞ്ചത്താചാര്യൻ രാമാനുജൻ ആചാര്യൻ ഉപദേശിച്ചു എന്നാണല്ലോ സങ്കല്പം. എന്താ വേണ്ടേ ചോദിച്ചു. രോഗത്തിനൊരു ശമനമില്ലോ, പല ചികിത്സയും നോക്കി. മത്സ്യം തൊട്ട് കൂട്ടിക്കോളൂ, ഗുരുവായൂർക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു എന്നാ. വേറെ എവിടെയും പോയിട്ട് കാര്യമില്ല എന്നാ. മത്സ്യാവതാരം ഭഗവാന്റെ അവതാരങ്ങൾ വർണ്ണിച്ചോളൂ എന്നാ അതിൻ്റെ താല്പര്യം. മത്സ്യം തൊട്ട് കൂട്ടാന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരങ്ങൾ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് അങ്ങോട്ട് വർണ്ണിച്ചോളൂ. അപ്പം അങ്ങക്ക് അതിന് പരിചയം ഉണ്ടാവും, എല്ലാ പരിഹാരം ഉണ്ടാവുന്നു. അപ്പോൾ വളരെ പ്രസിദ്ധമാണല്ലോ ഇങ്ങനെ മത്സ്യം തൊട്ട് കൂട്ടിക്കോളൂ, മീൻ തൊട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞു എന്ന് ഒരു പ്രസിദ്ധിയുണ്ട്. ആ പ്രസിദ്ധിയൊക്കെ ഈ മാഹാത്മ്യത്തിൽ നിന്ന് വന്നതാണ്. പണ്ട് ഈ ഗ്രന്ഥം ആളുകൾക്ക് പരിചയമുണ്ടായിരുന്നു, താളിയോല ഗ്രന്ഥത്തിലുള്ള. അത് ആളുകൾക്ക് ഓർമ്മയില്ലാണ്ടായി. അപ്പം അത് വെച്ചുകൊണ്ടാണ്, അന്നത്തെ ആൾക്ക് ഓർമ്മയുണ്ട്, അതാണ് അവർ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല്. എഴുത്തച്ഛനാണ്, തുഞ്ചത്താചാര്യനാണ് ഉപദേശിച്ചതെന്ന്. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ അത് കിട്ടുമ്പോഴേക്ക് അങ്ങ് എന്ത് ചെയ്യും? തതോ വിനാ വിളംബേന പൂതേ ഗുരുമരുൽപുരേ വസതോ അമേകൃത സ്ഥിത്വാ ഗുരുകാര്യമിതം ശുഭം നാരായണ അഭിസംബന്ധാദ്വേധാ സ്തോത്രമിതം മഹത് നാരായണീയമിത്യേവ സർവത്ര വിദിതം ഭവേത് സർവപാപഹരം പുണ്യം ഖലു കലുഷിതാത്മനം നിശ്രേയസകരം ചാപി ഭവിഷ്യതി സംശയാഃ. പറഞ്ഞു ഉടനെ. എന്നിട്ട് എന്ത് വേണം? ആ ഗുരുനാഥൻ പറഞ്ഞു തരുമ്പോൾ അങ്ങയ്ക്ക് ഓർമ്മ വരും. എൻ്റെ നിത്യ സാന്നിധ്യമുള്ള ഗുരുവായൂരിൽ വന്നോളെ എൻ്റെ മുമ്പിൽ വെച്ച് നിർമ്മിച്ചോളൂ എന്നാണ്. ഗുരുവായൂരിലെ മുമ്പിൽ കാണാം, ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, ഇവിടെ ഇരുന്നാണ് മേൽപ്പത്തൂര് നാരായണീയം നിർമ്മിച്ചത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും പറയണു എൻ്റെ മുമ്പിലിരുന്ന് നിർമ്മിച്ചോളൂ. അപ്പം അങ്ങയ്ക്ക് എല്ലാം ഓർമ്മ വരും എങ്ങനെയൊക്കെ വേണമെന്ന്. വല്ല സംശയം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഉള്ളിൽ തോന്നിച്ചോളാം, തീർത്ത് തന്നോളാന്ന്. അങ്ങനെ അവിടെ വെച്ച് നിർമ്മിച്ചതാണ്. ഇത് സൂതൻ പറഞ്ഞു കേൾപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കണ്ട. ആ സമയം വരുമ്പോൾ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസഭഗവാൻ മേൽപ്പത്തൂരിൻ്റെ രൂപത്തിൽ വന്ന് ഈ ഭാഗവതത്തെ 100 ദശകങ്ങളിലായി 1034 ശ്ലോകങ്ങളിൽ ഭാഗവതത്തിൻ്റെ പ്രധാന എല്ലാ ഭാഗങ്ങളെടുത്ത് ഒരു സ്വതന്ത്ര കാവ്യമാക്കി, മനോഹര കാവ്യമാക്കി. സ്തോത്രമാണെങ്കിൽ സ്തോത്രമാണ്, കാവ്യമാണെങ്കിൽ കാവ്യമാണ്. വലിയ പണ്ഡിതൻ കവികൾക്ക് വേണ്ടതൊക്കെ നാരായണീയത്തിലുണ്ട്, ഭക്തന്മാർക്ക് വേണ്ടതൊക്കെ നാരായണീയത്തിലുണ്ട്, എല്ലാവർക്കും വേണ്ടത് അതിലുണ്ട്. അതാ പ്രത്യേകത. ഇന്ന ആളുകൾക്ക് അത് വായിച്ചപ്പോൾ ഇഷ്ടമായില്ല, അങ്ങനെ വരില്ല. പാണ്ഡിത്യമുള്ള ആളുകൾ, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച ആളുകൾ, അവർ വായിച്ചാൽ അവർക്ക് വേണ്ടതെല്ലാ വിഭവങ്ങളും അതിലുണ്ട്. അല്ല, ഏകാന്ത ഭക്തി മാത്രമേ ഉള്ളൂ, വിഭക്തി ഒന്നുമില്ല. അങ്ങനെയുള്ളവർക്കും നാരായണീയം ആസ്വദിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് അങ്ങ് ഗ്രന്ഥം നിർമ്മിക്കുമ്പോൾ, ഭാഗവതത്തെ സംഗ്രഹിച്ച് നിർമ്മിക്കുമ്പോൾ അതിന് എന്ത് പേര് വരും? നാരായണീയം എന്ന പേര് വരും. അങ്ങും നാരായണൻ എന്ന പേരിലാണല്ലോ അവതരിക്കുന്നത്. അപ്പം അങ്ങ് നിർമ്മിച്ചത്. പിന്നെ നാരായണനായിട്ട് എന്നെക്കുറിച്ച് വർണ്ണിക്കുക, കാരണം നാരായണീയം. ദ്വേധാ നാരായണീയം, അവസാനം നാരായണീയത്തിൽ 2 തരത്തിലും. നാരായണീയം, നാരായണനെക്കുറിച്ച് നിർമ്മിച്ച കാരണം, നാരായണൻ നിർമ്മിച്ച കാരണം 2 തരത്തിലും നാരായണീയമായി തീരും എന്ന് വെച്ചു. അത് സർവപാപഹരം പുണ്യം കലോ കലുഷിതാത്മനം നിശ്രേയസകരം ചാപി ഭവിഷ്യതി സംശയാഹം ഇതി ശ്രുത്വാ മമ ഗുരുഃ സാക്ഷാത് നാരായണോദിതം ശ്രോതും ച കിഞ്ചിത് തസ്യൈവ തസ്ഥോ പ്രാഞ്ജലിരഗ്രദഃ. ഇത് കേട്ടപ്പോൾ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസഭഗവാൻ നാരായണമൂർത്തിയുടെ അടുക്കെ തൊഴുത് പിടിച്ചുകൊണ്ട് നിന്നു. കുറച്ചും കൂടിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ. അവിടെ പോയി നാരായണീയം നിർമ്മിക്കണം, ഭാഗവത്തെ സംഗ്രഹിച്ച് നിർമ്മിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. ബാക്കി കുറച്ച് കാര്യം കൂടി അറിയാനുണ്ട്. അതിനായിട്ട് സാക്ഷാ ഭഗവാന്റെ മുമ്പിൽ വ്യാസൻ പ്രാഞ്ജലിയായിട്ട് കൈകൊപ്പിക്കൊണ്ട് നിന്നു എന്നാണ്. അങ്ങനെ ഋഷിമാരുടെ ചോദ്യത്തിന് സൂതൻ ഉത്തരം പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഈ സർവശാസ്ത്ര സാരമായിട്ടുള്ള ഭാഗവതത്തെ ഒന്നും കൂടി സംഗ്രഹിച്ച്
ഒറ്റ ദിവസം കൊണ്ട് പാരായണം ചെയ്യാൻ പാകത്തിന് അത് വ്യാസഭഗവാൻ തന്നെ നിർമ്മിക്കും. അപ്പോൾ വ്യാസഭഗവാൻ തന്നെയാണ് മേൽപ്പത്തൂരിൻ്റെ രൂപത്തിൽ വന്ന് ഭാഗവത്തെ സംഗ്രഹിച്ചത് എന്ന് താല്പര്യം എന്ന് പറഞ്ഞപ്പോഴാണ് പൃഷ്ടം ഭവദ്ഭിരധുനാനനു സാവധാനൈഃ യത്തന്മയാ ഗുരുമുഖശ്രുതമീരിതം വാ ഏതാവതാതു ഭവതാം യദി നാപ്യലന്താം പൃച്ഛന്തു സാധു മുനയ കഥയാമി സർവം. പിന്നെ സൂതൻ ചോദിച്ചു ഋഷിമാരൊക്കെ, ഇപ്പം നിങ്ങൾക്ക് സംശയമൊക്കെ തീർന്നില്ലേ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഋഷിമാരെ ഒരു സംശയം കൂടി ചോദിക്കുക, അതിന് ഉത്തരം പറയലാണ് 2-ാമത്തെ അധ്യായം. അപ്പോൾ നാരായണീയത്തിൻ്റെ ഉൽപ്പത്തി എന്നാണ് ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് എന്ന് പ്രഥമോധ്യായ നാരായണീയ ഉൽപ്പത്തി കഥനം. ഇങ്ങനെയാണ് നാരായണീയം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. 2-ാധ്യായം തരണം. വ്യാസവാച, വ്യാസഭഗവാൻ വീണ്ടും ഭഗവാന്റെ അടുക്ക ചോദിച്ചു പിന്നെ ചില സംശയങ്ങളിൽ. ലോകഹിതം കർത്തുമദ്യാപിത്വം സമീഹസെ കക്കരോത്യവ മന്യസ്തുതേന തുഷ്ടോസ്മ്യഹം ത്വയി യാദൃഗസ്യ പുരാണസ്യ ശ്രുതിപാഠവിധൗ വിധി സ്തോത്രസ്യാപി സദാ തസ്യ സേവക്രമ ഉത്തമഃ നിരസ്തസുകൃതസ്യ സ്യാൽ കലേഃ പ്രഗുണിതൈന സമുല്ലസന്ധി സാമ്രാജ്യേന ശക്യം കർത്തുമേഷതു വർണ്ണാശ്രമാചാരമുജോ നാസ്തികാദംഭചാരിണ യയാ കയാപി വിധയായ തമാനാഥനായിതും നിർദ്ദന്തസ്വകുലാചാരം സമുന്നദ്ധാ സനാതനം വിഡംബയന്ത കർമാണി വൈദികാനി യഥാ തഥാ ജഘന്യജാചാരപരാഹ നിസ്ത്രപാമന്ദബുദ്ധയ ആഡംബരപ്രധാനാശ്ചാപവിഷ്യന്തി ധ്രുവം ജനാഃ കിഞ്ച വർഷസഹസ്രേഷു വ്യതീതേഷ്വഥ പഞ്ചമേ അരാജകാച ജഗതി സകലേയം ഭവിഷ്യതി അതോ വിധിം പ്രവക്ഷ്യാമി ശക്യം കർത്തും തദാ ജനൈഃ പുനരേതൽ സുശിഷ്യായ വക്തവ്യം ഭവതാഖിലം ആദൗ ദൈവജ്ഞമാഹൂയ ശുഭകാലസ്യ നിർണയ കർത്തവ്യശ്ചാഥ യജ്ഞാർത്ഥം സംഭാരാനാഹരൽ സുധീഹി. ആദ്യം തന്നെ നല്ലൊരു ദിവസം തീരുമാനിക്കുക. എന്നാണ് ഈ യജ്ഞം തുടങ്ങേണ്ടതെന്ന് അറിവുള്ളവരൊക്കെ കൂടി പണ്ഡിതന്മാരൊക്കെ കൂടി തീരുമാനിക്കുക. എന്നാണ് നാരായണീയം പാരായണം ആരംഭിക്കേണ്ടത് എന്നൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം? മണ്ഡപം കാരയൽ പശ്ചാൽ നാനാശില്പവിരാജിതം ശൈത്യസ്യ തഥോഷ്ണസ്യ ബാധാത്ര ഭവേദ്യഥ അഥ ഭാഗവതേഭ്യശ്ച പത്രം പ്രേഷ്യം വിശേഷത പ്രായസ്തത്ര വിലേഖ്യന്തോ ശ്രൂയതാം മുനിസത്തമാം. ഭഗവാനെ അവിടെ ആവാഹിച്ചിരുത്താൻ മനോഹരമായിട്ടുള്ളൊരു മണ്ഡപം ഉണ്ടാക്കണം. അലങ്കരിച്ച് ഭഗവാന്റെ ദാനാവിഗ്രഹങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ച് അവിടേക്ക് മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ആ യജ്ഞശാലയിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും തന്നെ ജനങ്ങളുടെ മനസ്സാകെ മാറണം, ഭക്തി ഉണ്ടാവണം. അങ്ങനെ ഒരു മണ്ഡപമൊക്കെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞാലോ ഭക്തന്മാരെ അറിയിക്കണം, ഇങ്ങനൊരു മഹായജ്ഞം നടക്കണമോ, നിങ്ങളെല്ലാവരും വന്നു ചേർന്നേന്ന്. ഭാഗവതത്തിലൊക്കെ ഉണ്ടല്ലോ ജനങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെ കത്തെഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതുപോലെ ഇവിടെയും പറയാറ്. അവരോട് എന്താ അപ്പോൾ കത്തുണ്ടാക്കി എല്ലാവർക്കും കൊടുത്ത് അവരെ അറിയിക്കണം, ഭക്തന്മാരെ മുഴുവൻ. എന്താണ് അതിൽ എഴുതേണ്ടത്? അദ്യാരഭ്യ മഹാത്മാനോ ജ്ഞാനയജ്ഞോ ഭവിഷ്യതി അത്ര നാരായണീയസ്യ വാചനം സർവഥാ ഭവേത് യഥാവകാശമത്ര ഇത്യഭവന്തഃ ശ്രദ്ധയാന്വിതാഃ ഭാഗം കുർവന്തു സന്താപത്രയനാശോയതോ ഭവേത് യദി സ്യാദവകാശോ വാ കാസ്നേന ശ്രോതും അത്ര യത് പൂർവപുണ്യേന ലഭ്യം തന്മാമുഞ്ചത മാമുഞ്ചത കഥാചന ആചാര്യ സംസ്കൃതാഭിജ്ഞോ ഭക്തിമാൻ കാവ്യമർമ്മവിദ് വിത്തലോഭവിഹീനശ്ചാവരണീയ സുധീമത വസ്ത്രമാല്യാദിദാനേന തോഷയത്തം പ്രയത്നത അന്യഥാതു വിധി ന്യൂനോ മന്യത്തെ സാധുവിസ്തദാ അത്ര പൂജാവിധാനാർത്ഥം ഭക്തിമന്തം ച കഞ്ചന വരയച്ച യഥാചാര്യം പൂർവം മാഹാത്മ്യവാചനാത്. സംസ്കൃത ഭാഷയിലാണല്ലോ നിർമ്മിച്ചേക്കണേ. അതുകൊണ്ട് സംസ്കൃതം അറിയണവർ ആയാലാണ് നന്നാവുക, അത് വേണ്ട പോലെ വ്യാഖ്യാനിക്കാനൊക്കെ. അപ്പോൾ സംസ്കൃതമൊക്കെ പഠിച്ച ആളും അങ്ങനെയൊക്കെയുള്ള ഒരാൾ വേണം ആചാര്യനായിട്ടിരിക്കാനായിട്ട്. അതുപോലെ തന്നെ പൂജയ്ക്ക് ഒരാൾ വേണമെന്ന് പറയും.
എങ്ങനെ വേണമെങ്കിലും നടത്താം. പക്ഷേ ഒരു സത്രമായിട്ടും ഒരു യജ്ഞമായിട്ട് നടത്തുമ്പോൾ അതിൻ്റെ ചടങ്ങ് പറയാം. അത്ര പൂജാവിധാനാർത്ഥം ഭക്തിമന്ദം ചകഞ്ചന വരയച്ചയഥാചാര്യം പൂർവം മാഹാത്മ്യവാചനാത്. യജ്ഞത്തിന് ആചാര്യനെ വരിക്കുന്ന പോലെ പൂജ ചെയ്യാനായിട്ട് ഒരാൾ വേണം. അതുപോലെ തന്നെ സർവവിഘ്ന വിധാതാർത്ഥം ഗണനാഥം പ്രസാദയേത് യജ്ഞാരംഭേ പഠേ നിത്യം വിഷ്ണോർനാമ സഹസ്രകം. യജ്ഞമായിട്ട് നടത്തുമ്പോൾ അത് ഗണനാഥനെ പൂജിച്ചുകൊണ്ട് ഗണപതി ഹോമാദികൾ ചെയ്തുകൊണ്ട് ആരംഭിക്കണം. അതുപോലെ തന്നെ ആരംഭത്തിലെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട് പഠേൻ നാമസഹസ്രകം എന്നൊക്കെ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിലുണ്ട്. അതുപോലെ ഇവിടെയും പറഞ്ഞു വിഷ്ണോർ നാമസഹസ്രകം കഥാരംഭേതു കർത്തവ്യ ഭഗവത്പുരതോർത്ഥന അഥ വക്തുച്ഛസാകാര്യ ക്രമേണ ഉഭയമുച്യത്തെ. ഭാഗവതം സപ്താഹമായിട്ട് നടത്തുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭക്തന്മാരൊക്കെ കൂടി എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവഥാ ത്വയാ എന്നൊക്കെ തുടങ്ങുന്ന കുറേ ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ ചൊല്ലിക്കൊണ്ടാണല്ലോ. അതുപോലെ ഇവിടെയും പ്രാർത്ഥിക്കണം എന്നാണ്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടുത്തെ പ്രാർത്ഥന വേറൊരു രീതിയിൽ പറഞ്ഞു 2 ശ്ലോകത്തിൽ. ഒന്ന് നാരായണീയത്തെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ തന്നെ ഒരു രൂപമാണല്ലോ നാരായണീയം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി എന്ന് പറഞ്ഞ പോലെയാണ് ഭഗവാന്റെ തന്നെ ഒരു രൂപം നാരായണീയം. അപ്പം അതിനോട് പ്രാർത്ഥിക്കണം, ഭഗവാനായിട്ട് കണ്ട്. എന്താ പ്രാർത്ഥന? ശ്രീകൃഷ്ണ കമലാകാന്ത കരുണാവരുണാലയ വയം ത്വാം ശരണം വ്യാമോഹരനോ നിഖിലാമയാൻ. ഭഗവാനെ, ഭഗവത് സ്വരൂപിയായിട്ടുള്ള ഗ്രന്ഥരൂപത്തിലുള്ള ഭഗവാനെ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതാക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. ആചാര്യൻ്റെ അടുക്ക് എന്ത് പ്രാർത്ഥിക്കണം? ഗുരുരൂപ മഹാഭാഗ കഥാകഥന കോവിദ കർത്തവ്യം ബോധയിത്വാനോ ജീവിതം സഫലം ഗുരു. അങ്ങ് കഥകൾ പറഞ്ഞ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നല്ല കഴിവുള്ള ആളാണ്. അത് പറഞ്ഞ് കേൾപ്പിച്ച് ഞങ്ങളുടെ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കണം. കഥയുടെ താല്പര്യം എന്താ? കഥകൾ കേട്ടാൽ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുതെന്നുള്ള ബോധം. രാമായണം മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ രാമനെ പോലെ ആവണം, രാവണനെ പോലെ ആകരുത്. ഇതാണ് ഏത് കഥ കേട്ട് കഴിഞ്ഞാലും അതാ പഠിക്കാനുള്ളത്. വേദത്തിൻ്റെ താല്പര്യം അതാണ്. ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത്. അത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളാണ് അങ്ങ്. ഞങ്ങൾക്കതൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങളുടെ കർത്തവ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിവുണ്ടാവണം എന്നുള്ളൂ. ഞങ്ങളുടെ ജീവിതം സഫലമാക്കി തീർക്കണം. പിന്നെ ശ്രോതാരശ്രദ്ധയാ ഭക്തിയാ ശൃണുസ്തോത്രമുത്തമം ഉപക്രമേവ സാനേച നമസ്കുര്യുധ യഥാവിധി. ശ്രോതാക്കളും വന്നിരുന്നു കൊണ്ട് അതിൻ്റെ ആരംഭത്തിലും സമാപനത്തിലൊക്കെ പ്രത്യേകമായിട്ട് ഭഗവാനെ നമസ്കരിക്കണം എന്ന് പറയും. ഏകൈക ദശകസ്യാന്തേ നീരാജനമുപാചരേത് അന്യത്രാഭിക്വചിൽ കാര്യം കർമ്മിണാതു യഥോചിതം. പൂജയ്ക്ക് ഒരാളെ വരിച്ചിട്ടുണ്ടല്ലോ, ആ ആളെന്ത് വേണം? പാരായണം ചെയ്യുമ്പോൾ ഓരോ ദശകം കഴിയുമ്പോൾ ഒരു ആരതി ഒഴിയണം. ആണ് ഏകൈക ദശകസ്യാന്തേ. ഓരോ ദശകം കഴിയുമ്പോഴേക്കും ഒരു പൂർത്തി, അതിൻ്റെ ഒരു ദീപാരാധന, കർപ്പൂര ആരതി നടത്തണം. പിന്നെയോ അന്യത്രാഭിക്വചിൽ കാര്യം. ദശകം കഴിയുമ്പോൾ മാത്രമല്ല, അവതാരങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടത്തൂലോ. അന്യത്രാപി മറ്റു ചിലക്കിലും കൂടി സന്ദർഭം അനുസരിച്ച് ആ പൂജ ചെയ്യുന്ന ആള് അത് നടത്തണമെന്ന് പറയും. ദിനേ ദിനേ വിരാമേതോ വക്താ ശ്രോതൃജനൈ സഹ അഷ്ടോത്തരശതം ശൗരേർനാം നാം ജപ്യം യഥായഥം. ഓരോ ദിവസം അവസാനിക്കുമ്പോൾ വിരാമത്തിൽ അന്നത്തെ പാരായണം സമർപ്പിക്കുമ്പോൾ എന്ത് വേണം? അഷ്ടോത്തരശതം ജപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ നിവേദ്യങ്ങളോ ത്രിമധുര പായസ ലഡ്ഡുക മോദക ശഷ്കുല്യ പൂപപക്വാദീൻ തദ്ദിനാനുയോജ്യം നിവേദ്യദദ്യാൽ സമസ്ത ഭക്തേഭ്യഃ. ഓരോ ദിവസം നിവേദ്യത്തിന് കണക്കുണ്ടല്ലോ, അവതാരത്തിന് ഇന്ന നിവേദ്യങ്ങൾ നിന്ന് അതൊക്കെ വേണ്ട പോലെ നിവേദിച്ച് അതൊക്കെ ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് കൊടുക്കണം. എന്നൊക്കെയാണ് വായിക്കേണ്ടത്? ഇതൊക്കെ ഭഗവാൻ വ്യാസവന് പറഞ്ഞു കൊടുക്കുക, എന്നാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭാഗവതമാണെങ്കിൽ ഇന്ന സമയത്താണ് വായിക്കേണ്ടത്, ഇന്നെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിധികളൊക്കെ. അതുപോലെ ഇവിടെയും പറയാം, ജന്മാഷ്ടമ്യാമിതം ശ്രുത്വാ സർവാൻ കാമാനവാപ്നുയാത് സപ്താഹേന ശ്രാവണേസ്യ ശ്രവണം മുക്തിദായകം. ജന്മാഷ്ടമി ദിവസം, ശ്രീകൃഷ്ണ ജയന്തി ദിവസം പാരായണം ചെയ്താൽ കുറേയധികം വിശേഷം. ചിങ്ങമാസത്തിൽ സപ്താഹമായിട്ട് പാരായണം ചെയ്താൽ വളരെ വിശേഷമായിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ചൈത്രേ തഥാച വൈശാഖേ ശ്രവണം വരമുച്യതേ ശ്രുത്വ ഇതദ്ഭവത് സിദ്ധിം ഗമിഷ്യന്തി തഥാ ജനാഹം. ചൈത്രം വൈശാഖം മുതലായിട്ടുള്ള മാസങ്ങളിൽ കുറേയധികം വിശേഷമായിട്ടുള്ളതാണ് ഏത് പുണ്യകർമ്മങ്ങൾക്കും. ആ സമയത്ത് നിങ്ങൾ ഈ പുണ്യഗ്രന്ഥം നാരായണീയം പാരായണം ചെയ്താൽ വളരെ വിശേഷം. ഇതൊക്കെ ആരാ പറയണത്? സാക്ഷാ ഭഗവാൻ തന്നെയാണ് വ്യാസഭഗവാന്റെ അടുക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നത്. ദിനേ ദിനേ യഥാശക്തി നിർവർത്തിയം യദിദം നൃഭിഃ കൃതം ശ്രദ്ധാലുഭിർഭക്തൈഃ സർവം പ്രിയകരം ഹരേ. ശ്രോതാക്കൾക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഭക്തി. ആ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാന് വലിയ ഇഷ്ടം. ഭഗവാൻ പറഞ്ഞല്ലോ, പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോട് കൂടിയാണെങ്കിൽ അത് ഞാൻ സ്വീകരിക്കും, ഭക്തി ഇല്ലാണ്ട് എന്ത് കൊണ്ടുവന്നാലും ഞാൻ ശ്രദ്ധിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. അതാണ് ഇവിടെയും പറഞ്ഞ്, ഭക്തി വേണം, ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എന്നിട്ട് പറയണു, ഇങ്ങനെയുള്ള ഈ ഭാഗവതത്തിൻ്റെ സാരമായിട്ടുള്ള നാരായണീയം ദ്രവിഡേ ബഹവോ ഭക്താ പഠിഷ്യന്തേ തദാദര മഹാരാഷ്ട്രേ വിശേഷേണ പ്രചാരോസ്യ ഭവിഷ്യതി. ദ്രവിഡ ദേശത്ത്, തമിഴ്നാട്ടിലൊക്കെ ഈ ഗ്രന്ഥത്തിന് ഭാഗവസാരമായ നാരായണീയത്തിന് വലിയ പ്രചാരം ഉണ്ടാവുന്നു. മഹാരാഷ്ട്രത്തിൽ കുറച്ചും കൂടി അധികം. മഹാരാഷ്ട്രയിൽ ബോംബെയിലൊക്കെ അധികം ആൾക്കാർ, എത്രയാ ഭക്തസംഘം എന്ന് കണക്കില്ല. അനേകമായിരം ആളുകളാണ് അവിടെ പാരായണം ചെയ്തിരുന്നത്. ഇതൊക്കെ ഭാവി പ്രവചിക്കുക. അത് ഭാവിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സാക്ഷാ ഭഗവാനാ പറയണേ, വല്ലവരുമല്ല. അതുകൊണ്ട് മഹാരാഷ്ട്രേ വിശേഷേണ പ്രചാരോസ്യ ഭവിഷ്യതി. മഹാരാഷ്ട്രത്തിൽ ഈ നാരായണീയത്തിന്, ഭാഗവത സംഗ്രഹത്തിന്, അങ്ങ് നിർമ്മിക്കാൻ പോകുന്ന ഈ ഗ്രന്ഥത്തിന് വളരെയധികം പ്രസക്തി ഉണ്ടാവും, പ്രചാരം ഉണ്ടാവും. പിന്നെ മാത്രമല്ല, കലവും നിത്യ സാന്നിധ്യഭൂതേ ഗുരുമരുൾ പുരേ അധ്യേഷ്യന്തി പരം ഭക്ത ബാലകാ കവയോപ്യത. എൻ്റെ നിത്യ സാന്നിധ്യമുള്ള ഗുരുവായൂരിൽ ഈ നാരായണീയം എന്നും പാരായണം ചെയ്യും. സാധാരണ ഭക്തന്മാർ മാത്രമല്ല, ചെറിയ കുട്ടികൾ പോലും. ഭാവി പറയണേ, എന്നോ കാലത്ത്. അത് ഇന്നും അനുഭവമുള്ളതല്ലേ, ഋഷിമാർ പറഞ്ഞാൽ അറിയാം. നാരായണീയത്തിന് മത്സരമുണ്ട് അവിടെ. ചെറിയ കുട്ടികൾക്ക് മുതൽ 1 ദശകം 2 ദശകം 3 ദശകം 5 10 സമ്പൂർണം ചെറിയ കുട്ടികൾ അവിടെ വന്നിരുന്ന് ചലനം കേൾക്കാം. നാരായണീയ മത്സരം നടക്കുമ്പോൾ ചെറിയ കുട്ടികൾ സംസാരിക്കാറായിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും അവർ 1 ദശകം 2 ദശകമൊക്കെ പഠിച്ച് അവിടെ ചെല്ലും. അതിനിവിടെ പറഞ്ഞിരിക്കുകയാണ്ടോ, അധ്യേഷ്യന്തി പരം ഭക്താഹ ബാലകാഹ കവയോപ്യത. ബാലന്മാർ, ചെറിയ കുട്ടികളും ഭക്തന്മാരും കവികളും. അവിടെ കവിതയുണ്ട്. അവിടെ നാരായണീയം അക്ഷശ്ലോക മത്സരമുണ്ട്, സുവർണമുദ്ര മത്സരമൊക്കെ ഉണ്ട് ഗുരുവായൂരിൽ. സമ്പൂർണ്ണം 100 ദശകത്തിൻ്റെയും കൂടി മത്സരമുണ്ട്. അത് പഠിച്ച ആളുകളുണ്ട്. ക്രമത്തിൽ ഇങ്ങനെ 2ഉം 4ഉം ദശകം ഓരോ കൊല്ലം പഠിച്ചു വരുമ്പോഴേക്കും കുറെ കഴിയുമ്പോൾ വീണാവും. അവർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള മത്സരം, സുവർണമുദ്രയൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അതൊക്കെ ഇവിടെ ഭാവിയായിട്ട് പ്രവചിച്ചിരിക്കുക. പിന്നെ ആവഭൃത്യഞ്ച തൽസ്നാനം കർമ്മയജ്ഞേ മയോദിതം ജ്ഞാനയജ്ഞേത്ര ഭക്താനാം കാര്യമിച്ഛാനുസാരത. യജ്ഞങ്ങളൊക്കെ കഴിഞ്ഞ അവഭൃതസ്നാനം എന്നൊരു ചടങ്ങ് പതിവുണ്ട്. അത്
കർമ്മയജ്ഞങ്ങളിലാണ്, ജ്ഞാനയജ്ഞങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല. ഭക്തന്മാർക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം, നിർബന്ധമുള്ളതല്ല. മറ്റ് യജ്ഞങ്ങൾ ഹോമാദികൾ നടത്തുമ്പോൾ അതിൻ്റെ അവസാനം ഒരു കർമ്മമുണ്ട്, അമൃതസ്നാനം എന്നുള്ളത്. ഇതിനതില്ല, ഇഷ്ടം പോലെ വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ഇത് കേൾക്കലാണ് പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു. വക്താരം ദോഷയൽ സാധു ഭൂഷാവസ്ത്രധനാദിഭി യജ്ഞാന്തേതത്ര ദുഷ്ടേതു പ്രസീദേയുശ്ച ദേവതാഹം അഥ തത്ര ആഗതാൻ ഭക്താൻ തന്മാല്യ തുളസീദളൈഃ തോഷയേതന്നദാനൈശ്ചവചോഭിർമധുരൈരപി. ആ വക്താവിന് വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കണം. യജ്ഞസമാപനത്തിൽ ഭഗവാന് പ്രത്യേകമായിട്ട് ചാർത്തിയതും പുഷ്പാഞ്ജലി ചെയ്ത തുളസി മാല്യാദികളൊക്കെ എല്ലാ ഭക്തന്മാർക്കും അവസാനം കൊടുക്കണം. എല്ലാവരെയും ഭഗവാന് നിവേദിച്ച് അന്നദാനം കൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം. അന്നദാനം മഹാദാനം എന്ന് പറയും. പിന്നെ അവരൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് എപ്പോഴും മധുരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ആൾക്ക് സന്തോഷം ഉണ്ടാവണം. ആ രീതിയിൽ വേണം അവിടെ നിന്ന് പറഞ്ഞു. സദാപേയ കഥാചേയം ശ്രീമന്നാരായണാശ്രയ യഥാശക്തി യഥാ ബുദ്ധി യഥാ രുചി യഥാവിധി കൃത്യാന്തരേണ ബദ്ധോവാതാപത്രയ ഹതോപിവ ഏകാഹേനാപി സംശ്രുത്യ സുഖമേതി സംശയാം നാരായണോക്തം ശ്രുത്വാസ്യ വിധിം വിസ്തരതോ ഗുരു തുഷ്ട്യാ തുഷ്ടാവതം ദേവമാവതാരാൻ ദശസ്മരൻ. അപ്പം എങ്ങനെ നാരായണീയം നിർമ്മിക്കണമെന്നും അതിൻ്റെ വക്താവ് ശ്രോതാവ് വിധികളെല്ലാം പറഞ്ഞു പോകും. ഇതൊക്കെ ഭഗവാൻ നേരിട്ട് വ്യാസഭഗവാന്റെ അടുക്ക് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വ്യാസഭഗവാന് വലിയ സന്തോഷമായി. താൻ ചെയ്യേണ്ട കർത്തവ്യം മുഴുവൻ ഉപദേശിച്ചുല്ലോ, അതങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞ് അവസരം കാത്തിരുന്നു. ഇതൊക്കെ ഇത്രയും ഉപദേശം തന്ന ഭഗവാന് എന്തു വേണം? ഒരു ഗുരുദക്ഷിണ പോലെ ഒരു ദശാവതാര സ്തോത്രം ചൊല്ലി സ്തുതിച്ചു വ്യാസഭഗവാനാ. നാരായണീയ നിർമ്മാണവും അതിൻ്റെ വിധികളും എല്ലാം പറഞ്ഞു കേട്ടപ്പോൾ വ്യാസഭഗവാൻ ഒരു 10 ശ്ലോകം ചൊല്ലി ഭഗവാനെ സ്തുതിക്കുകയുണ്ടായി. അതാണ് ദശാവതാര സ്തോത്രം. മത്സ്യകൂർമ്മോ വരാഹശ്ച നരസിംഹോധ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കീതിതേ ദശ. ആ 10 അവതാരങ്ങളെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ടുള്ള 10 ശ്ലോകമാണ് അടുത്ത 10. അപ്പോൾ ഋഷിമാർ പറഞ്ഞു, അങ്ങനെ ദശാവതാര സ്തോത്രം ചൊല്ലി സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്തോത്രം ഞങ്ങളെ കേൾപ്പിക്കൂ എന്ന് പറയും. അപ്പോൾ സൂതൻ കേൾപ്പിക്കുകയാണ് അടുത്ത 10 ശ്ലോകങ്ങൾ. സ്തോത്രം തതുപദേക്ഷ്യാമി ശൃണുതാവഹിതാത്മനാം സർവകാമികമേതത്തു പഠതാം ശൃണ്വതാമപി ഹയഗ്രീവം നിഹത്യാശു വേദാൻ സംരക്ഷിതും പുരാ ധൃതമത്സ്യസ്വരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ തഥാ ക്ഷീരോദധൗ മഗ്നമുദ്ധർത്തും മന്ദരാചലം ഗൃഹീത കൂർമ്മരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ ഹിരണ്യാക്ഷഹൃതാം ഭൂമിമുദ്ധർത്തും ബലയാർണവാത് ധൃതപോത്രിസ്വരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ ഹിരണ്യകശിപും ഹത്വാ ജഗതീമവിതും പുരാ നൃസിംഹഗാത്രസ്വീകർത്രേ ശ്രീകൃഷ്ണായ നമോ നമഃ ബലേർദിവം സമാദായ ദേവേഭ്യോർപ്പയിതും പുരാ ധൃതവാമനരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ നിഹത്യ ദുഷ്ടരാജന്യൻ ധർമ്മം സംരക്ഷിതും പുരാ ഗൃഹീതരാമരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ രാവണാത്യസതോ ഹത്വാ ലോകിം രക്ഷിതും പുരാ ധൃതരാമസ്വരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ ധേനുകാദീൻ നിഹത്യാസുത സംരക്ഷിതും പുരാ ധൃതരാമസ്വരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ ഭൂഭാരസംവൃത്തം വസുദേവസ്യ വേശ്മനീം ഗൃഹീതാത്ഭുതരൂപായ ശ്രീകൃഷ്ണായ നമോ നമഃ കലേരന്തേ ഖലാൻ ഹത്വാ സത്യം സ്ഥാപയിതും സദാ കൽക്കിരൂപമുപാദാത്രേ ശ്രീകൃഷ്ണായ നമോ നമഃ. ഇങ്ങനെ 10 ശ്ലോകങ്ങൾ. അഥ പ്രീതയർ മുനിശ്രേഷ്ഠൈ പൂജിതോ രൗമഹർഷിണി പുനഃസത്സംഗലാഭായ തീർത്ഥാത് തീർത്ഥം ചാരഃ പുരാണേഷു ന കുത്രാപി കൃഷ്ണേനാപി പ്രകാശിതം നാരായണീയമാഹത്മ്യം കൗത്സതുഭ്യം മയോദിതം. തുടങ്ങിയ ദിക്കിൽ തന്നെ എത്തി പറഞ്ഞു, ഈ കഥകളെല്ലാം തന്നെ അങ്കിരസ് കൗത്സനെ കേൾപ്പിക്കുക. കൗത്സൻ എന്നുള്ള മുനി ചോദിച്ചപ്പോഴാണല്ലോ പഴയ കഥകൾ കേൾപ്പിച്ച് ഭഗവാനും വ്യാസഭഗവാനും തമ്മിലുണ്ടായ സംഭാഷണം എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു.
ഇങ്ങനെ ആ അങ്കിരസ് തൻ്റെ അടുക്ക വന്ന് ചോദ്യം ചോദിച്ച മുനികുമാരൻ്റെ കൗത്സൻ്റെ സംശയമെല്ലാം തീർത്തു കൊടുത്തു. എന്നിട്ട് അങ്കിരസ് പറഞ്ഞു, ഇത് മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും കാണില്ല, ഇത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് മാത്രം പറഞ്ഞു തന്നിട്ടുള്ളതാണ്, അത് നിങ്ങൾക്ക് ഇതാ ഉപദേശിച്ചു ഒന്നും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. രഹസ്യാതിരഹസ്യം യദിദം നൂനമിതപ്പരം കർണാകർണികയാ ശ്രുത്യാ സർവത്ര പ്രചരിഷ്യതി നാരായണീയ സ്തോത്രസ്യ പാരായണ പരായണഃ ഇദം വിത്വാപായന്തു യഥേഷ്ടോപരാനപി നാരായണീയ മഹിമാമതുലപ്രഭാവാം ആപീയ സൂതവദനാദമിതാദരേണ മോക്ഷാർത്ഥിനോപി മുനയസ്ത്വദസീയപാന ലോലായമാന മനസോധൈര്യം പ്രണയമോഹം. ഇത്രയും വിശേഷമായ നാരായണീയത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഋഷിമാരെന്ത് ചെയ്തു? മോക്ഷത്തിന് വേണ്ടി പ്രയത്നിച്ചേർന്ന ആളുകളാണ്, പ്രാർത്ഥിച്ചേർന്ന ആളുകളാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മോക്ഷം വേണ്ട. എന്താ കാരണം? ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഭാവിയിൽ വരുമെങ്കിൽ, നാരായണീയം ഉണ്ടാവുമെങ്കിൽ അത് കേട്ടതിന് ശേഷം മതി ഞങ്ങൾക്ക് മോക്ഷം എന്ന് പറഞ്ഞ് മോക്ഷത്തെ പോലും അവർ ഉപേക്ഷിച്ചു എന്നാണ്. അത്രയും വിശേഷമാണ് നാരായണീയം എന്ന് താല്പര്യം. ദശാവതാരൻ സംസ്മൃത്യ സ്തോത്രം തത്വ പഠന്നര ഇഹച പ്രേത്യഭാവേച ഭുങ്ക്രേ കാമാന്ന സംശയം മയാ തുപൃഷ്ടോ ജനിതാ കദാചിതുപാദിശൻ മാം ഇതിവൃത്തമേതത് പുരോദിതം യദ്ധരിണ ഇവ തസ്മൈ മയാ തവോക്തം ജഗതാം ഹിതായാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രവണവിധി, നാരായണീയം എങ്ങനെ വായിക്കണം കേൾക്കണം എന്നൊക്കെയുള്ള കഥകൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് ആ അധ്യായം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. സമാപനത്തിൽ ഓരോ ദിവസം യജ്ഞം സമാപിക്കുമ്പോൾ അഷ്ടോത്തരശതം ജപിക്കണം എന്ന് പറഞ്ഞു വിധി പറയുമ്പോൾ. അപ്പോൾ ഋഷിമാർ ചോദിക്കുക, അഷ്ടോത്തരശതം എന്ന് മാത്രം പറഞ്ഞാൽ ഞങ്ങൾക്ക് പല സംശയമുണ്ട്. കാരണം എന്താ, എത്രയാ അഷ്ടോത്തരശതം? സകല ദേവി ദേവന്മാർക്കും ഉണ്ട് അഷ്ടോത്തരശതം. അപ്പോൾ അത് ഏത് ജപിക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് അത് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അത് ഉപദേശിക്കലാണ് അടുത്ത അധ്യായം. അതോടുകൂടി സമർപ്പിക്കുക ആ സന്ദർഭമൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ ഗദ്യം പ്രധാനമായിട്ടാണ്, കുറച്ചൊക്കെ ഗദ്യമുണ്ട് ഇതിൽ. ഭാഗവതത്തിൽ 5-ാം സ്കന്ധത്തിലൊക്കെ ഗദ്യമുണ്ടല്ലോ, അതുപോലെ ഇവിടെ ഗദ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാം. കൗത്സവാച, വീണ്ടും കൗത്സൻ എന്നുള്ള മുനികുമാരൻ അങ്കിരസിൻ്റെ അടുക്ക് വീണ്ടും ചോദിക്കുക, ഒരു അഷ്ടോത്തരശതം ജപിക്കാൻ പറഞ്ഞത് ഏതാ വേണ്ടതെന്ന് പറഞ്ഞു ജപിക്കണം. ഭഗവൻ സംസാരസാഗര സംഗ്രാമക സാർവകാമികാനി ബ്രാഹ്മ വൈഷ്ണവശാങ്കരശാക്തഗാനവത്യസ്കാന്ത വൈവസ്വത ചാന്ദ്ര നാവഗ്രഹരൗദ്രാണി ത്രിംശതഷ്ടോത്തരശതസ്തോത്രാണി അദ്യാവധി മയാധിഗതാനി നാരദാനകുശലമുഖ ഭാഗവതഋഷീണാം മുഖാരവിന്ദ താപത്രയസന്തപ്താനാം അനുഗ്രഹാർത്ഥം തഥാ തഥാ വിനിസൃതാനീം അഥ കിമേ തസ്മാത് ഭഗവൻ ബ്രഹ്മാനുത്തമ സ്തുതി നികുരുംബ മകരന്ദബിന്ദു സന്തോഹാൽപിജിത്യ വിനിയോജ്യമിതി നിതാന്തമന്തം മമസ്വാന്തം ഹന്തദോളായതേ. എത്രയാ അഷ്ടോത്തരശതങ്ങൾ ഋഷിമാർ തന്നെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുള്ളത്? അതിലേത് അഷ്ടോത്തരം ജപിക്കണം എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അങ്കിരസ് പറഞ്ഞുതരാം. അതസ്തു സ്തോത്രപരിഷ്ടം വരിഷ്ഠം ഋഷിച്ഛന്തോ ദേവത വിധാനുവിധയാ സഹ സ്നേനാചഷ്ടുമരിഹരി നമോ നമസ്തേ. അങ്കിരസ് പറഞ്ഞു. കൗത്സൻ ചോദിച്ചാൽ എന്താ, വെറും സഹസ്രനാമം മാത്രം പറഞ്ഞ പോരാ, അതിൽ ധ്യാന ശ്ലോകം വേണം, ഛന്ദസ് വേണം, അങ്ങനെയൊക്കെ കൂടിയിട്ട് വിധിപ്രകാരം ഋഷിച്ഛന്ദസ് ദേവതകളോട് കൂടിയിട്ട് വേണം ഉപദേശിക്കാൻ, നല്ല മന്ത്രം പൂർണ്ണമാവുള്ളൂ. ഓരോ സഹസ്രനാമം ജപിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഛന്ദസ്സൊക്കെ ഉണ്ടാവും. അതോരോന്നും നമുക്ക് അറിയാതെ വശിന്യാദി വാഗ്ദേവതാശ്രയാ അനുഷ്ടുപ് ഛന്ദഃ ശ്രീ ലളിതാ പരമേശ്വരി ദേവത എന്നൊക്കെ നാമത്തിൽ കാണും. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്, എല്ലാ മന്ത്രത്തിനും ഋഷി ഛന്ദസ് ദേവത. ആരാണോ മന്ത്രം ഉപദേശിച്ച ആൾ അത് ഋഷി. അതിൽ എത്ര അക്ഷരമുള്ള ഏത് ഛന്ദസ്സിൽപ്പെട്ടതാണ് അത് ഛന്ദസ്. ഏത് ദേവതയെക്കുറിച്ചാണോ, ഏത് ദേവതയെ ധ്യാനിച്ചുകൊണ്ടാണോ അത് ദേവത.
അതെല്ലാം വേണം, അതൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ. അത് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. ഭോസ്താതത്വയാ സാധ്വേവ മമാഭിപൃഷ്ടം ശുശ്രൂഷുവിരം ദേവാസവി സദൈവമേവ നിതരാം ഭാവ്യം ത്വന്മുഖാദേവമേവ വത്സ മനസ്ത്വമ ശുശ്രൂഷത്തെ അഥ കഥയാമി തേതൽ സ്തോത്രോത്കം യത്തു രഹസ്യാതിരഹസ്യം. നല്ല ശിഷ്യന്മാരങ്ങനെയാണ്, ജിജ്ഞാസുക്കളായിട്ട് ഇങ്ങനെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞുകൊണ്ട് ആ സന്ദർഭം പറയാണ്. അത ഏവ അധികാരിണാപി ഗുരുമുഖാദേവ അവഗന്തവ്യമിതി വൈദികമാർഗപ്രദീപകേഷു നാനാർഗള കവച സഹസ്രനാമാദി മന്ത്രാകരേഷു പുരാണേതിഹാസേഷു കുത്രാപ്യനാവിഷ്കൃതം അകൃതകവചസാം ആദിവിധാതുർമമ വിതുർ മുഖചതുഷ്ടയ്യാഹ കദാചിദേകാന്തേ പൂർവമുഖാൽ സാവധാനസ്യാസ്യ ശ്രോത്രാഞ്ജലിപുടേ വാമേതര ഏവാമീലിതാക്ഷം ദൃഢഭിവിഷ്ടം. ഒരു ദിവസം അംഗേസ് പറയാം, ഞാൻ ബ്രഹ്മാവിൻ്റെ അടുക്ക ചോദിക്കുകയുണ്ടായി ഇതിനെക്കുറിച്ച്. അന്ന് ബ്രഹ്മദേവൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരഷ്ടോത്തര ശതമുണ്ട്, അത് ഉപദേശിക്കാമെന്ന് പറഞ്ഞു. അത് വർണ്ണിക്കാറുണ്ട്. തഥാഹി പിതാമാമേകാന്തേ കദാചിദാഹൂയാഹ വത്സകിഞ്ചിത് കഥയാമി ശൃണുഷ്വാവഹിതാത്മാ ത്വയാ ലോകസംഗ്രഹാർത്ഥം മർത്യലോകേ തത്ര പൂർവജനീയം പ്രവ്രജനീയം മയൈവേദൽ സർഗകർമ്മണി വിനിയോജ്യമാനായ സ്വപ്രവൃത്ത സർഗകർമ്മ നിർവിഘ്ന സമ്പാദനാർത്ഥം മമ പൗത്രായ മാരീചായ സകല കാരണകാരണാഭാവപ്രതിയോഗിനോ മജ്ജനകാ നാരായണമൂർത്തേ യഥാവഗതമുപദിഷ്ടചരമസ്തി. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കിത് ഭഗവാൻ നേരിട്ട് പറഞ്ഞു തന്നേക്കണതാണ്, അത് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഈ അഷ്ടോത്തരശം ഭഗവാൻ നേരിട്ട് ബ്രഹ്മാവിനെ ഉപദേശിച്ച് ബ്രഹ്മാവ് അങ്കിരസിന് പറഞ്ഞു കൊടുത്ത് അങ്കിരസ് കൗത്സന് പറഞ്ഞു കൊടുത്ത് അത് സൂതൻ കേട്ട് പഠിച്ച് അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭഗവാനിൽ നിന്നാണ് ഇതിൻ്റെ ഉൽപ്പത്തി എന്ന് താല്പര്യം. ഈ സന്ദർഭം ഇത് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ പയോവ്രതം അനുഷ്ഠിക്കുന്ന കഥ പറഞ്ഞിട്ടുണ്ട്. 8-ാം സ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായം പയോവ്രതം. അപ്പോൾ അതിൻ്റെ വിധികൾ പറയുമ്പോൾ ജപേത് അഷ്ടോത്തരശതം എന്നുണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ, അത് എനിക്ക് പണ്ട് ഉപദേശം എന്താണ്, എനിക്ക് ഉപദേശം ഇവിടെ വർണ്ണിച്ചിരിക്കാതെ അതിഥിക്ക് പയോവ്രതം ഉപദേശിക്കുമ്പോൾ ഈ സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. വ്യാഖ്യാനത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. അപ്പം എങ്ങനെ കിട്ടിയത് ഞാൻ പറഞ്ഞു തരാമെന്നാണ് കശ്യപൻ പറയുന്നത്. ബ്രഹ്മാവ് ഉപദേശിച്ച് ബ്രഹ്മാവ് കശ്യപനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഇവിടെ അങ്കിരസനൊക്കെ പറഞ്ഞു, നിനക്ക് ഇതാ പറഞ്ഞു തരുന്നു, പണ്ട് ഞാനിത് കശ്യപൻ പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു. അപ്പോൾ ആ അഷ്ടോത്തരം, അപ്പോൾ നാരായണീയ, അപ്പോൾ ഭാഗവതത്തിലെ പയോവ്രതം പറയുന്ന സമയത്ത് ജപേത് അഷ്ടോത്തരശതം ജപിക്കണമെന്ന് പറഞ്ഞത് ആ അഷ്ടോത്തരശതമാണ് ഈ ഇതിൽ കാണുന്ന നാരായണീയത്തിൻ്റെ മാഹാത്മ്യത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ അഷ്ടോത്തരശതം. ആദ്യം ധ്യാനം പറയണു. ഗോലോകനാഥം നതപാരിജാതം ഗോപഗോപീ നയനാബ്ജസൂരം നാനാവിഭൂഷാപരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം എന്ന് ധ്യാനിക്കണം ഗോലോകനാഥനായിട്ടുള്ള കൃഷ്ണനെ. ഇതി സന്ധ്യായ പൂജ്യത്വാദൃശിം നാരായണം ശിരസി അക്ഷരത്വാച്ഛന്ദ ആനുഷ്ഠുവം അധിനാസോത്തരോഷ്ടം ധ്യേയത്വാദേവതാം ഗോലോകനാഥം ശ്രീകൃഷ്ണ പരമാത്മാനം ഹൃദിച്ച മാർഗശീർഷേണ ഹസ്തേന അന്യസ്യ ഏവം സഞ്ജപേത്. ഋഷിയെ പൂജ്യനാവുകാരനും ഋഷിയെ ശിരസിൽ കൈവച്ചിട്ട് എങ്ങനെ, ഇവിടെ പ്രത്യേകം പറഞ്ഞു മാർഗശീർഷേണ ഹസ്തേന. മാർഗശീർഷം മൃഗശീർഷം എന്നുള്ള മുദ്രയാണ്. ഇങ്ങനെ കൈവച്ചുകൊണ്ടാണ് ഛന്ദസ് തൊട, ഇങ്ങനെ തൊട്ടുകൊണ്ട് വേണമെന്ന ആണ് മാർഗശീർഷേണ ഹസ്തേന. മൃഗശീർഷമായിട്ടുള്ള ഹസ്തം കൊണ്ട് അങ്ങനെ വച്ചുകൊണ്ട് എന്നിട്ട് പ്രാർത്ഥിക്കണം. ഇനിയാണ് അഷ്ടോത്തരശതം. ഇപ്പോൾ ഛന്ദസ് ശ്രീനാരായണ ഋഷി അനുഷ്ടുപ് ഛന്ദ ഗോലോകനാഥ ശ്രീകൃഷ്ണ പരമാത്മാദേവത. ഇനി അഷ്ടോത്തരശതം പറഞ്ഞുകൊണ്ടാണ് ഇത് സമർപ്പിക്കണേ.
ഗോലോകനാഥോ ഗോവിന്ദോ ഗോപികാജനവല്ലഭ രാധികാരമണോ രമ്യോ രാജീവദളലോചന കരുണാസാഗര കൃഷ്ണ കാമകോടി മനോഹര സർവകർത്ത സർവഹർത്ത സച്ചിദാനന്ദ വിഗ്രഹ വേദവേദ്യോ വിരാട് രൂപോ വിരിഞ്ചിഹര വന്ദിത വൈകുണ്ഠനിലയോ വിഷ്ണുർവാസുദേവോ വിരാട്ധ്വജ പയപയോധി മധ്യസ്ഥ പന്നഗാധിപതൽപക സർവഭൂതഗുഹാവാസ സൂര്യൻ തു നയനസ്വരാട് ശാർഗധന്വാ ശംഖചക്രഗദാംബുജല സദ്ഭുജാം ശ്രിതാഭീഷ്ടദമന്ദാരശരണ്യ ശ്രീധരാധവ നവനീലഘനച്ഛായോ നരനാരായണാത്മകം മോക്ഷുസേവ്യോ മായേശോ മുകുന്ദോ മധുസൂദന മത്സ്യരൂപധരോ മായി മനുരൂപോ മനുസ്തുത കഠോരപൃഷ്ഠവിധൃതമന്ദര കമഠാകൃതി ഹേലാധൃത ക്രോഡതനുരിഹിരണ്യാക്ഷ നിഹാഹരി ആത്മരാത്മാചലോദ്ധർത്താച്യുതോ അനുപമൈഭവ നരസിംഹാകൃതിർ നാദനിരാകൃത മഹാസുര ഭക്തപ്രഹ്ലാദവരദോ ഭവസാഗര താരക വലഭിൽ സഹജോ വന്ദ്യോ വാമനോപരിദർപ്പ ത്രിക്രമാക്രാന്തഭുവനസ്ത്രിവേട്യസ്ത്രിവിക്രമ ഭഗവാൻ ഭാർഗവോ രാമോ ഭീമകർമാ ഭവപ്രിയ ദശാസ്യ ഹന്താ ദുർധർഷോ രാമോ ദശരഥാത്മജ ഭവ്യോ ഭരതശത്രുഘ്ന ലക്ഷ്മണാഗ്നിവസോദര വസിഷ്ഠ വിശ്വാമിത്രാദികുർവാജ്ഞാപരിപാലക ജാനകീ മാനസോല്ലാസി ജടായുസ്വർഗദായക വൈവസ്വതസഖോ ബാലിഹന്താ വായുസുതപ്രിയ ശബരീസൽകൃതിപ്രീത ശാഖാമൃഗസഹായവാൻ രോഹിണീനന്ദനോ രാമോ രേവതി പ്രാണവല്ലഭ സൂരജാഭേദന സ്ഥീരമുസലാദ്യുദ്യതായുധ ദേവകീനന്ദനോ ദാമോദരോദര വിനാശന വൃന്ദാവനതരോ വത്സവഗാഘാദ്യസുരാന്തക യോഗേശോ യാദവാധീശോ യശോദാനന്ദനന്ദന ഗോപദ ഗോവർദ്ധനോദ്ധർത്ത കുർവഭീഷ്ടപ്രദായക കാളിയാഹിന്ദ്രദർപ്പഘ്ന കലേശ കാലനേമിഹ വിദുരോദ്ധവ ഭീഷ്മാദിവന്ദ്യോ ബാണമദാവഹ പാകാരിനന്ദനസഖ പാകശാസന ശാസക സുദാമസ ബ്രഹ്മചാരി ശീരവാണി സഹോദര ഭൈഷ്മ്യാദ്യഷ്ടാധികദ്യഷ്ടസഹസ്രസ്ത്രീവരേശ്വര സൽഗീയമാന സൽകീർത്തി സത്യകാമ സദാംഗതി പുരാണ പുരുഷപൂർണ്ണ പാവന പരമേശ്വര ഏവം ഗോലോകനാഥസ്യ ശ്രീകൃഷ്ണസ്യ മഹാപ്രഭോ അഷ്ടോത്തരശതം നാംനാം ദിവ്യം സർവാർത്ഥസിദ്ധിദം ഗുഹ്യാത് ഗുഹ്യമിദം സ്തോത്രം പ്രയതോയ പഠേന്നര ശൃണുയാത് വാശിർനിത്യം സകൃഷ്ണപദവീമിയാത് ഇത്യാംഗിരസേ ശ്രീമന്നാരായണീയ മാഹാത്മ്യേ ശ്രീകൃഷ്ണാഷ്ടോത്തരശതകഥനം നാമ തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.